ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവരെയും ഞാൻ സൈലന്റ് JEE 50 ദിന ക്രാഷ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫിസിക്സിന്റെ ഒരു ചാപ്റ്ററാണ് റയോപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ റയോപ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന്. അത് എല്ലാ ചാപ്റ്ററിനെ പോലെ ഒരു ചാപ്റ്ററാണ്, എല്ലാ ചാപ്റ്ററിന്റെ അതേ ഇമ്പോർട്ടൻസ് ആണ് റയോപ്റ്റിക്സ്. ഇത് വലിയൊരു ചാപ്റ്റർ ആണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കുറേ കാര്യങ്ങൾ പഠിച്ചാലേ ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ JEE സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഏത് എന്ന് ചോദിച്ചാൽ ഐ കനോട്ട് സേ ദ ആൻസർ. എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഒരു ചാപ്റ്റർ ആണ് റയോപ്റ്റിക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ അങ്ങനെ സാധാരണ ചോദിക്കാറില്ലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററോട് ഒരു ഓട്ടപ്രദക്ഷിണം ചെയ്യാൻ പോവുകയാണ്. എല്ലാ ടോപ്പിക്കിൽ നിന്നും ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സാധാരണ എല്ലാ ദിവസവും ലൈവ് ഞാൻ എടുക്കുമ്പോൾ തിയറി പറഞ്ഞിട്ടാണ് പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നത് അല്ലേ. പക്ഷെ ഈ ലൈവിൽ അതിന് വിപരീതമായിട്ട് എനിക്ക് തിയറി പറയാൻ സമയമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഇതിന്റെ തിയറി അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. പ്രോബ്ലത്തിലൂടെ ആവശ്യമുള്ള തിയറി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. തിയറിയെ ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നില്ല. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന് വേണ്ട തിയറി, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് തിയറി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ലൈവിൽ അറ്റൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ കയ്യിൽ ഒരു പെന്ന് വേണം, പേപ്പർ വേണം. പറ്റുമെങ്കിൽ എന്നേക്കാൾ മുമ്പ് തന്നെ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് ആൻസർ കമന്റ് ചെയ്യുക. അപ്പം എല്ലാവരും വന്നിട്ടുണ്ട്, കുറെ കുട്ടികൾ വന്നിട്ടുണ്ട്. ഹായ് എന്ന് കുറെ കുട്ടികൾ പറയുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ ഹായ് പറയുന്നു. എല്ലാവരെയും ഇതിലൂടെ ഒന്നുകൂട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ലൈവ് പ്രോഗ്രാമിലേക്ക്. നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, അവസാനം വരെ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് അറിയില്ലാത്ത കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കും, എന്താണേലും ഉണ്ടാവും. Some new insight you will get, some new insight which you have never had so far. Okay, അതുകൊണ്ട് ആരും ലൈവിൽ നിന്ന് വിട്ടുപോകരുത്, ലൈവിൽ തന്നെ തുടരുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഏത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കൂ. പ്ലെയിൻ മിറർ. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട 2-3 ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം അടുത്ത ഹെഡിങ്ങിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പല തവണ ചോദിച്ചിട്ടുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, എന്താണ് എ പോയിന്റ് സോഴ്സ്. ഇവിടെ നോക്കൂ, എ പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് 60 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ സെന്റർ ഓഫ് പ്ലെയിൻ മിറർ ഓഫ് വിഡ്ത്ത് 50 സെന്റിമീറ്റർ hangs vertically on a wall. A man walks in front of the mirror along the line parallel to the mirror at a distance 1.2 meter from it. The distance between the extreme points where he can see the image of the light source in the mirror is. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ സൈലത്തിലെ കുട്ടികളെ ചെയ്യിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ് പറയുകയുണ്ടായി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 തവണ, ഇത് 3ാമത്തെ തവണയാണ് ഈ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഒളിമ്പിയാഡിനായിരുന്നു ഈ ക്വസ്റ്റ്യൻ ആദ്യമേ ചോദിച്ചത്, ഒളിമ്പിയാഡ്. പിന്നെ വേറൊരു JEEയുടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. പിന്നെ ഇതാ ഈ JEEക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് മനസ്സിലായോ? ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇവിടെ ഒരു മിറർ ഉണ്ട്. മിററിൽ നിന്ന് 60 സെന്റിമീറ്റർ അകലെ ഒരു ബൾബ് ഉണ്ട്. മിററിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 50. ബൾബ് വെച്ചിട്ടുള്ള ഈ മിററിന് സിമെട്രിക് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ബൾബിന്റെ ഇമേജ് 60 സെന്റിമീറ്റർ പുറകിലായിട്ടുണ്ടാവും അല്ലെ. ഇവിടെ ഇമേജ് ഉണ്ടാവും, ഇമേജ് ഓഫ് ദ ബൾബ്. അപ്പൊ ഇതിലെ ഒരാള് ഇങ്ങനെ നടന്നു പോവുകയാണ്. എത്ര അകലെയാന്ന് നോക്കി, 12 അല്ല 1.2 മീറ്റർ അകലെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അയാൾ ഈ ഇമേജ് എപ്പം വരെ കാണും? എക്സ്ട്രീം പോയിന്റ് ഇവിടുന്ന് കാണാൻ തുടങ്ങി എന്ന് വിചാരിക്കുക. ഇങ്ങനെ കണ്ട് അയാൾ മുന്നോട്ട് പോയി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്നോടം വരെ അയാൾ ഈ ഇമേജ് കാണും. അത് കഴിഞ്ഞാൽ അയാൾ കാണില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു റേ ഡയഗ്രം വരയ്ക്കാം. ഇത് ഫീൽഡ് ഓഫ് വ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇതിന്റെ ഒരു റേ ഡയഗ്രം വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമാകും. നോക്കിയ കുട്ടികളെ, ഈ ഡയറക്ഷനിലാണ് ആ വ്യക്തി സഞ്ചരിക്കുന്നത്. മാൻ ഈസ് വാക്കിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പം ഈ ബൾബിന്റെ ഇമേജ് ഞാൻ ആദ്യമേ വരയ്ക്കുക. സി ഹിയർ ഈസ് ദ ഇമേജ് ഓഫ് ദ ബൾബ്. ഇമേജ്, ആ ഇമേജ് എത്ര ദൂരത്തിലാണെന്ന് എനിക്കറിയാമല്ലോ. മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് മിററും ഒബ്ജക്റ്റും തമ്മിലുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ 60 സെന്റിമീറ്റർ അകലെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പൊ ഇമേജ് ഇരിക്കുന്നതും 60 സെന്റിമീറ്റർ അകലെയാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇയാളെ സമയത്തോളം, ഈ നടക്കുന്ന വ്യക്തിയെ സമയത്തോളം ലൈറ്റ് റേ എവിടുന്നാ വരുന്നത്? ഈ ഇമേജിൽ നിന്ന് വരുന്നതായിട്ട് തോന്നിക്കും, ഇങ്ങനെ തോന്നിക്കും. നോക്കൂ, പക്ഷെ ആക്ച്വലി ലൈറ്റ് റേ വരുന്നത് എവിടുന്നാന്ന് അറിയാമോ? ആക്ച്വലി സംഭവിക്കുന്നത് ഞാൻ ഇനി പറഞ്ഞു തരാം. ആക്ച്വലി സംഭവിക്കുന്നത്
ഈ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേ ഈ മിററിൽ തട്ടി പ്രതിഫലിച്ച് ഇങ്ങനെ വരികയാണ്. അടുത്ത ലൈറ്റ് റേ നോക്കി ദേ ഇങ്ങനെ പോകുന്നു. ഓക്കെ, അടുത്ത ലൈറ്റ് റേ നോക്കൂ, ദേ ഇങ്ങനെ പോകുന്നു. ഓക്കെ, അടുത്ത ലൈറ്റ് റേ ദേ ഇങ്ങനെ പോകുന്നു, അടുത്ത ലൈറ്റ് റേ ഇങ്ങനെ പോകുന്നു. ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ലൈറ്റ് റേ എല്ലാം ദേ ഈ ഇമേജിൽ നിന്ന് വരുന്നതായിട്ട് തോന്നിക്കും, ഇമേജിൽ നിന്ന് വരുന്നതായിട്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇമേജിൽ നിന്ന് എക്സ്ട്രീം ലൈറ്റ് റേസ് വരച്ചാൽ മതി. ലെറ്റ് മീ ഡ്രോ. ഇതൊരു ലൈറ്റ് റേ നോക്കൂ കുട്ടികളെ, ഇത് വേറൊരു ലൈറ്റ് റേ, ഇത് വേറൊരു ലൈറ്റ് റേ, ഇനിയും വേറെ നോക്കൂ, ഇത് വേറൊരു ലൈറ്റ് റേ. എന്ന് പറഞ്ഞാൽ ആ മിററിനെ ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ വരച്ച ലൈറ്റ് റേയുടെ പ്രത്യേകം നോക്കൂ, ആ മിററിന്റെ എക്സ്ട്രീം പോയിന്റുകൾ ടച്ച് ചെയ്തുകൊണ്ടാണ് വരച്ചത്. വേറെ ലൈറ്റ് റേ ഇങ്ങനെ വരികയാണെങ്കിൽ നോക്കിയ കുട്ടികളെ, ആ മിററിൽ അത് പതിക്കില്ല. നോക്കൂ, വേറെ ലൈറ്റ് റേ ഈ സോഴ്സിൽ നിന്നെടുത്ത് ആ മിററിൽ പതിക്കില്ല. അതുകൊണ്ട് ഈ ലൈറ്റ് റേ ഒരിക്കലും ഒബ്സർവറിന്റെ കണ്ണിലെത്തിയല്ല. അപ്പൊ ഒബ്സർവറിന്റെ കണ്ണിലെത്തുന്ന ലൈറ്റ് റേ എവിടെയാണ്? ഈ മിററിൽ തട്ടി പ്രതിഫലിക്കുന്ന ലൈറ്റ് റേ മാത്രമാണ്. അപ്പം ബാക്കിയുള്ള ലൈറ്റ് റേയും കൂടെ ഞാൻ വരയ്ക്കാം, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കൂ, കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എല്ലാ ലൈറ്റ് റേയും അല്ല, കുറെ ലൈറ്റ് റേ ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. ആക്ച്വലി ഈ ലൈറ്റ് റേ വരുന്നത് എവിടെ നിന്നാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. ഇവിടെ ഞാൻ ജസ്റ്റ് ഡോട്ട് ആക്കാൻ പോവാ, ഡോട്ടഡ് ലൈറ്റ് റേ. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? ആക്ച്വലി ദീസ് ലൈറ്റ് റേ ഡോണ്ട് കം ഫ്രം ദ ഇമേജ്, ദേ കം ആഫ്റ്റർ റിഫ്ലക്റ്റിംഗ് ഫ്രം ദ മിറർ സർഫസ്. ആക്ച്വലി സംഭവിക്കുന്നത് ഇതാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് വരുന്നതായിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ സിമിലർ ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടോ? നോക്കി കുട്ടികളെ, ഈ വലിയ ട്രയാങ്കിളും നോക്കൂ നിങ്ങൾ, ഈ വലിയ ട്രയാങ്കിളും ഈ ചെറിയ ട്രയാങ്കിളും സിമിലർ ആണ്. അത് പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്താണെന്ന്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഏതൊക്കെ ട്രയാങ്കിളാ? ഈ വലിയ ട്രയാങ്കിൾ ഇല്ലേ, ഇതും, പിന്നെയോ ഈ ചെറിയ ട്രയാങ്കിൾ ഇല്ലേ, ഇതും സിമിലർ ആണ്. ഇപ്പൊ ഈ വലിയ ട്രയാങ്കിളിന്റെ സൈഡാണ് നമുക്ക് വേണ്ടത്. ആ സൈഡ് ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു. ലെറ്റ് മീ കോൾ ഇറ്റ് എക്സ്. ഓക്കെ, ഈ ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ് എനിക്കറിയാം. എത്രയാണ് ഇത്? 50 സെന്റിമീറ്റർ. ഇത് എത്രയാ? 50 സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ എക്സ് ബൈ 50 എന്താണ് കുട്ടികളെ? എക്സ് ബൈ 50. ഈ സൈഡിനെ ഞാൻ ഈ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സിമിലർ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി എന്താണ്? സൈഡുകളുടെ റേഷ്യോ സെയിം ആയിരിക്കും. അപ്പൊ എക്സ് ബൈ 50 നോക്കൂ, എക്സ് ബൈ 50 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇനി ഞാൻ എടുക്കുന്ന ഇതിന്റെ ഹൈറ്റിന്റെ റേഷ്യോ ആണ്. ഹൈറ്റിന്റെ റേഷ്യോ എടുത്ത കുട്ടികളെ കുഴപ്പമില്ല, സൈഡുകളുടെ റേഷ്യോ ഹൈറ്റിന്റെ റേഷ്യോ സെയിം ആയിരിക്കും. ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഇത് വലിയ ട്രയാങ്കിളുടെ ഹൈറ്റ്, അതേ ഡിവൈഡഡ് ബൈ ചെറിയ ട്രയാങ്കിളുടെ ഹൈറ്റ്. വലിയ ട്രയാങ്കിളുടെ ഹൈറ്റ് എത്രയാ? ഇവിടുന്ന് ഇവിടം വരെ 60ഉം ഇവിടുന്ന് ഇവിടം വരെ 120 സെന്റിമീറ്റർ. നോക്കൂ, 60, ഇവിടുന്ന് ഇവിടം വരെ 60, ഇവിടുന്ന് ഇവിടം വരെ വീണ്ടും 60, വീണ്ടും 60 എന്ന് പറഞ്ഞാൽ 1.2 മീറ്റർ എന്ന് പറഞ്ഞാൽ 120 സെന്റിമീറ്റർ അല്ലേ? ഇവിടുന്ന് ഇവിടം വരെ 120 ഉണ്ട്, ഇവിടുന്ന് ഇവിടം വരെ 60 ഉണ്ട്. അങ്ങനെയാവുമ്പോൾ അത് എത്രയായി? വലിയ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത്, സൈഡ് അല്ല, ഹൈറ്റ് എന്ന് പറയുന്നത് 60 + 120 സെന്റിമീറ്റർ ആണ്. ഇനി ചെറിയ ട്രയാങ്കിളിന്റെ ഹൈറ്റ്, ഇതാണ് ചെറിയ ട്രയാങ്കിൾ കേട്ടോ. അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 60 ആണ്. കാരണം ഒബ്ജക്റ്റ് 60 അകലെയാണുള്ളത്, അപ്പൊ ഇമേജും 60 അകലെയാണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 60. അത് എത്ര കിട്ടി കുട്ടികളെ? എക്സ് ഡിവൈഡഡ് ബൈ 50 ഈസ് ഈക്വൽ ടു 3 എന്നല്ലേ കിട്ടിയേ? അങ്ങനെ എക്സ് ഈസ് ഈക്വൽ ടു 150 സെന്റിമീറ്റർ എന്ന് കിട്ടി. 150 സെന്റിമീറ്റർ, അത്രേ ഉള്ളൂ. സിമിലർ ട്രയാങ്കിൾ. കുറെ കുട്ടികൾ ഇത് ചെയ്തു. ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ടു യു ബിക്കോസ് നിങ്ങൾ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. സൈലത്തിൽ പഠിക്കുന്ന കുട്ടികൾ കുറെ പേര് ചെയ്തിട്ടുണ്ട്. സൈലത്തിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, വേറെ കുട്ടികളും ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. ദർ ഇസ് നോ വേരിയേഷൻ ബിറ്റ്വീൻ സൈലം സ്റ്റുഡൻസ് ആൻഡ് അതർ സ്റ്റുഡൻസ്. എവരിവൺ, ഇറ്റ് ഈസ് ഓപ്പൺ ടു എവരിവൺ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നാൽ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ സൈഡുകളുടെ റേഷ്യോ എടുക്കുക. ഈ സൈഡ് ഡിവൈഡ് ബൈ ഈ സൈഡ് ഈക്വൽ ടു ഈ ഹൈറ്റ്, വലിയ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ചെറിയ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഒരു സാധനം മാത്രമേ നമുക്ക് അറിയില്ലാത്തുള്ളൂ, അത് നമുക്ക് കിട്ടും. മനസ്സിലായ കുട്ടികളെ എല്ലാവർക്കും? ഡിഡ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? സ്പീഡൊന്നും കൂടി പോകുന്നില്ലല്ലോ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ലെറ്ററിന്റെ സൈസ് ഒക്കെ ഓക്കെ ആണോ? നോക്കിക്കേ. വായിക്കാൻ പറ്റുന്നില്ലേ പറഞ്ഞാൽ മതി, ഞാൻ സൂം ചെയ്ത് കാണിക്കാം ക്വസ്റ്റ്യൻ കേട്ടോ. വെരി ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതെല്ലാം 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കി, 2 mirrors M1 M2 are at right angle to each other. Yes, point source P is placed at A and 2A meter away from M1 M2 respectively. The shortest distance between the images thus formed is equal to. എത്ര ഇമേജ് ഫോം ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഡു യു നോ ഹൗ മെനി ഇമേജസ് ആർ ഫോംഡ്? നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ഇൻ ഇക്വേഷൻ എത്രയാണ് കുട്ടികളെ? 360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1 ആണ്. ഇവിടെ തീറ്റ 90 അല്ലേ? അപ്പൊ നമ്പർ ഓഫ് ഇമേജസ് 3 എണ്ണം ഫോം ചെയ്യും. അത് എവിടെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ,
നിങ്ങൾക്ക് ഒന്നും അത് നോക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി, നമുക്ക് ഓരോ മിററിനെ സെപ്പറേറ്റ് എടുക്കുക. ഈ മിറർ ഉണ്ടാക്കുന്ന ഈ പോയിന്റിന്റെ ഇമേജ് അതേ ഡിസ്റ്റൻസിൽ ഇവിടെ ആയിരിക്കും. ഇവിടെ ഈ മിററും ഈ പോയിന്റിന്റെ ഇമേജ് ഉണ്ടാക്കും. അത് എത്രയായിരിക്കും? അതേ ഡിസ്റ്റൻസിൽ ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ രണ്ട് ഇമേജുകൾ ഞാൻ ആദ്യമേ വരയ്ക്കാൻ പോവുകയാണ്. നോക്കൂ കുട്ടികളെ, ഒരു ഇമേജ് ദേ ഇവിടെ, വേറൊരു ഇമേജ് നോക്കൂ ദേ ഇവിടെ 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 ഇവിടെ. അപ്പൊ ഇതിനെ ഇമേജ് നമ്പർ 1 I1 എന്നും ഇതിനെ ഇമേജ് നമ്പർ 2 എന്നും വരയ്ക്കാം. ഇനി മൂന്നാമതൊരു ഇമേജ് കൂടെ ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് അറിയാവോ? ഇതിനെ ഒരു എക്സ്റ്റൻഡഡ് മിറർ പോലെ നിങ്ങൾ കരുതുകയാണെങ്കിൽ ഈ ഇമേജിന്റെ ഇമേജ് ഇവിടെ ഉണ്ടാവും. നോക്കൂ, ഇമേജിന്റെ ഇമേജ് ഇവിടെ ഉണ്ടാവും, ഈ ഇമേജിന്റെ ഇമേജും ഇവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഇമേജും സൂപ്പർ പോസ് ചെയ്യും. ഈ I1ന്റെ ഇമേജും I2വിന്റെ ഇമേജും ഇവിടെ സൂപ്പർ പോസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇമേജ് കൂടെ ഉണ്ടാവും. അതോടെ ഞാനൊന്ന് വരച്ചേക്കുകയാണ് ഇവിടെ. നോക്കി, ആ ഇമേജ് ഒക്കെ എവിടെയാണെന്ന് നോക്കി. ആ ഇമേജ് ഒക്കെ എങ്ങനെയാ ഉള്ളതെന്ന് നോക്കൂ നിങ്ങൾ. ആ ഇമേജ് ഒരു റെക്ടാങ്കിളിന്റെ കോർണറിലാണ് ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഒരു സർക്കിൾ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ, നോക്കൂ, ഒരു സർക്കിൾ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ വിത്ത് മിററിന്റെ ഇന്റർസെക്ഷൻ ആസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഏതാണ് സെന്റർ ഓഫ് ദ സർക്കിൾ എന്ന് നിങ്ങൾക്ക് അറിയാമോ? മിററിന്റെ ഇന്റർസെക്ഷൻ, ഇത് സെന്റർ ഓഫ് ദ സർക്കിൾ ആയിട്ട് നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഇമേജസ് എല്ലാം ആ സർക്കിളിന്റെ സർക്കംഫറൻസിലായിരിക്കും. ഈ ഇമേജസ് 4 ഇമേജസ് 3 പിന്നെ ഒബ്ജക്റ്റ് 1 ഇതെല്ലാം സർക്കിളിന്റെ സർക്കംഫറൻസിലായിരിക്കും. നിങ്ങളോട് ഇമേജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആ ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക്? ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഞാൻ വരച്ചത് അത്ര ക്ലിയർ ആയിട്ടില്ല, ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഇറ്റ് ഷുഡ് പാസ് ത്രൂ ദിസ്. ഈ സെന്ററിൽ കൂടെ പാസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഈ ഡയമീറ്റർ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഡി എന്ന് ഞാൻ വിളിക്കാം, ഡിസ്റ്റൻസ് ഡി. ഓക്കെ, അതെങ്ങനെയാ കുട്ടികളെ കിട്ടുക? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് റേഡിയസ് അല്ലേ? 2 ടൈംസ് റേഡിയസ് അല്ലേ? റേഡിയസ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാ റേഡിയസ് ഇവിടെ നോക്കിയാൽ മതി കണ്ടുപിടിക്കാൻ എളുപ്പത്തിന്. ഇത് ഇവിടെ നോക്കിയാൽ മതി. നോക്കൂ, ഇവിടെ നോക്കൂ. ഈ റേഡിയസ് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ പോരെ? നോക്കിയേ, ഇത് 2a ആണ്, ഇത് a ആണ്. അപ്പൊ ഇത് എത്രയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂലേ? 2a ഹോൾ സ്ക്വയർ പ്ലസ് a സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പം √5a എന്ന് കിട്ടും. അത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ d ഈസ് ഈക്വൽ ടു 2 ടൈംസ് എന്താണ്? √5a എന്ന് വന്നു. 2 ടൈംസ് √5a, വേർ √5a ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ. റേഡിയസ് ഓഫ് ദ സ്പിയർ. ഇനി നോക്കൂ നിങ്ങൾ, d ഈസ് ഈക്വൽ ടു √5ന്റെ വാല്യൂ ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 2.3 എന്ന് തന്നിട്ടുണ്ട്. 2.3 √5ന്റെ വാല്യൂ. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു 2.3. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? 4.6 സെന്റിമീറ്റർ എന്ന് കിട്ടി. അല്ലെങ്കിൽ 4.6a, ഒരു a ഉണ്ട് കേട്ടോ. 4.6a എന്ന് കിട്ടി. Therefore your answer is 4.6a. അങ്ങനെ നമ്മൾ പ്ലെയിൻ മിററുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും ആൻസർ കൃത്യമായിട്ട് പറയണം കേട്ടോ. നിങ്ങൾ ഓൾറെഡി ചെയ്ത പ്രോബ്ലം ആണെങ്കിലും നെവർ മൈൻഡ്, ഡു ഇറ്റ് അഗെയിൻ. ഇറ്റ് ഈസ് നോട്ട് എ വേസ്റ്റേജ് ഓഫ് ടൈം. നിങ്ങൾ ചെയ്ത പ്രോബ്ലം ഒന്നുകൂടെ ചെയ്യുന്നത് അത് നിങ്ങളിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കും. അത് നിങ്ങളുടെ ഡൂയിങ് സ്പീഡിനെ, പ്രോബ്ലം സോൾവിങ് സ്പീഡിനെ എൻഹാൻസ് ചെയ്യും. അതുകൊണ്ട് ഞാനിത് എന്നോ ചെയ്തതാണ്, ഐ നോ ഇറ്റ് എന്നുള്ള മെന്റാലിറ്റി ഇരിക്കരുത്. കണ്ട പ്രോബ്ലം ആണെങ്കിലും യു ഹാവ് ടു ഡു അഗെയിൻ. ഇനി നോക്കൂ കുട്ടികളെ, ഇനി നമ്മൾ സ്പെറിക്കൽ മിറേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. സ്പെറിക്കൽ മിറേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം. ഓക്കെ, എന്താണെന്ന് നോക്കിയേ. ഇത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ആദ്യമേ ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾക്ക് വൃത്തിയായിട്ട് കേൾക്കുക. നിങ്ങളുടെ മോണിറ്ററിൽ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വ്യൂയിങ് ഡിവൈസിൽ നിങ്ങൾ നോക്കുക ഈ ക്വസ്റ്റ്യൻ. ദ ഷോർട്ട് സ്ട്രെയിറ്റ് ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 100 centimeter lies before the center axis of spherical mirror. Those focal length has absolute value 40. ഫോക്കൽ ലെങ്തിന്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് 40 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് കോൺകേവ് മിറർ ആണോ കോൺവെക്സ് മിറർ ആണോ എന്ന് ക്വസ്റ്റ്യനിൽ ഇല്ല. അബ്സല്യൂട്ട് വാല്യൂ 40 എന്നാ പറഞ്ഞത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് ക്യാൻ ബി +40 or -40. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ഫ്രം ദ ക്വസ്റ്റ്യൻ. പക്ഷെ ബാക്കിയുള്ള കൂടെ വായിക്കാൻ നമുക്ക്. ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മിറർ ഈസ് അറ്റ് 25. കണ്ടോ, ഡെമിനിഷ്ഡ് ഇമേജ് ആണ് 25 ആൻഡ് ഹാസ് സെയിം ഓറിയന്റേഷൻ ഓഫ് ദ ഒബ്ജക്ട്.
സെയിം ഓറിയന്റേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പം സെയിം ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റ് ഇറക്റ്റ് ആണ്, ഇമേജ് ഇറക്റ്റ് ആണെന്ന് അർത്ഥം. സെയിം ഓറിയന്റേഷൻ, തലകുത്തിയ ഒബ്ജക്റ്റ് അല്ല, ഇമേജ് അല്ല. ഒബ്ജക്റ്റും ഇമേജും ഒരേ ഓറിയന്റേഷനിലാണെന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻ ദ സെയിം നേച്ചർ. നേച്ചർ ഇൻ ദ സെയിം ഡയറക്ഷൻ. രണ്ടും അപ്രൈറ്റ് ആണ്. അപ്പം മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു വി ബൈ യു ആണ്. വി ബൈ യു മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് വി ബൈ യു ആണ്. മൈനസ് വി ബൈ യു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ എത്ര വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് നിങ്ങൾക്ക് ഒറ്റയടിക്ക് എഴുതാം. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ height of the object. Height of the image divided by height of the object. This will do better. അപ്പോൾ height of the image എത്രയാണ് കുട്ടികളെ? മാഗ്നിഫിക്കേഷൻ എത്രയാണ് നമുക്ക് എഴുതാം? height of the image 25ഉം height of the object 100ഉം. രണ്ടും ഒരേ സെൻസിലാണ്, അതുകൊണ്ട് രണ്ടും പോസിറ്റീവ് ആണ്. Both of them are positive. Therefore magnification is equal to 1/4. അപ്പോൾ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ആൻഡ് ഡെമിനിഷ്ഡ് ഇമേജ് ആണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഏത് മിററിനാണ്, മിററിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഏത് മിററിനാണ് ഡെമിനിഷ്ഡ് ഇമേജ് ഉണ്ടാക്കാൻ പറ്റുക? വെർച്വൽ ഇമേജ് ആയിരിക്കും അത്, കാരണം ഇതിന്റെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്. വെർച്വൽ ഇമേജ്, ഓക്കെ, വെർച്വൽ ഇമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഡെമിനിഷ്ഡ് വെർച്വൽ ഇമേജ് ഉണ്ടാക്കാൻ ആരെ കൊണ്ട് പറ്റില്ല? കോൺകേവ് ലെൻസ് മിററിനെ കൊണ്ട് പറ്റില്ല. കോൺകേവ് മിററിനെ കൊണ്ട് പറ്റില്ല. Therefore mirror must be എന്താണ്? Mirror must be what? Convex. Mirror must be convex. അത് ഈ ഡേറ്റയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ, ക്വസ്റ്റ്യനിൽ ഇല്ല. മിറർ കോൺവെക്സ് ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഡേറ്റയിൽ നിന്നാണ്. അപ്പൊ കോൺവെക്സ് ആണ്. അപ്പൊ മിറർ കോൺകേവ് എന്ന് പറയുന്നത് തെറ്റാണ്. കോൺകേവ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇമേജ് ഈസ് റിയൽ സെയിം സൈഡ് ഓഫ് ദ കോൺവെക്സ് മിറർ, അതും തെറ്റാണ്. Image is virtual opposite side of the concave mirror. That is correct. നോക്കൂ, ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇതാണ് സിറ്റുവേഷൻ. ഇമേജ് അപ്രൈറ്റ്, നോക്കിയേ, ഒബ്ജക്റ്റ് അപ്രൈറ്റ് ആണ്, ഇമേജും അപ്രൈറ്റ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റ് ഉള്ള സൈഡിലല്ല ഇമേജ് ഉള്ളത്, ഒബ്ജക്റ്റ് ഉള്ള സൈഡിലല്ല, ഇത് അതർ സൈഡ്. അതർ സൈഡ് കണ്ടോ, ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഏത് മിററിനാണ് വെർച്വൽ ഡിമിനിഷ്ഡ് ഇമേജ് ഉണ്ടാക്കാൻ പറ്റുക? ഏത് മിററിനാണ് വെർച്വൽ ഡിമിനിഷ്ഡ് ഇമേജ് ഉണ്ടാക്കാൻ പറ്റുക? ദാറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ഫോർ എ കോൺവെക്സ് മിറർ. കോൺകേവ് മിറർ കനോട്ട് ഡു ദാറ്റ്. കോൺകേവ് മിററിന് ഡെമിനിഷ്ഡ് ഇമേജ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അത് റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ, ഞാൻ വെർച്വൽ ആണെന്ന് ഇവിടെ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് ഇറ്റ് മസ്റ്റ് ബി ദാറ്റ്. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് കാൽക്കുലേഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. നോക്കൂ, an object is placed beyond the center of curvature C, beyond center of curvature C of the given concave mirror. If the distance of object D1 from C and distance of image D2 from C, the radius of curvature of the mirror. Radius of curvature എത്രയാണെന്ന് ചോദിക്കും. ഇപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഏത് ക്വാണ്ടിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സൈൻ കൺവെൻഷൻ കൊടുക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഡിസ്റ്റൻസുകൾ ഏതൊക്കെയാ? ഇത് സി ആണ്, സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ കുട്ടികളെ, ആർ ആണ്, ആർ. ഓക്കെ, ഇനിയും ഒബ്ജക്റ്റ് എവിടെയാണെന്നാ പറഞ്ഞേ? ഒബ്ജക്റ്റ് D1 away. ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് D1 away from C and distance of the image is D2 from C. നോക്കൂ, if the distance of the object is D1 from C and the distance of the image is D2 from C, radius of curvature എന്നാണ് ചോദ്യം. അപ്പോ ഒബ്ജക്റ്റ് ഇത് നോക്കൂ, ഇമേജ് എവിടെ വരും? ബിയോണ്ട്. നോക്കി, ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ് ബിയോണ്ട് ദ സെന്റർ ഓഫ് കർവേച്ചർ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എവിടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തതെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒബ്ജക്റ്റ് ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ആണെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും? ഇൻ ബിറ്റ്വീൻ എഫും സിയും ആയിരിക്കും. ഇതാ, എഫിനും സിക്കും ഇടയിലായിരിക്കും ഇമേജ്. ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ആണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് കർവേച്ചർ D1 എന്ന് പറയുന്നുണ്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇമേജ് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് കർവേച്ചർ D2 എന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, ഞാൻ UVF എഴുതാൻ പോവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കൂ നിങ്ങൾ,
യു എത്രയാണ് കുട്ടികളെ? യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? r+d1. r+d1. ഓക്കെ. പക്ഷേ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി മൈനസ്. ആറിനല്ല ഞാൻ മൈനസ് കൊടുത്തേ, r+d1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഞാൻ മൈനസ് കൊടുത്തു. ബിക്കോസ് സൈൻ കൺവെൻഷൻ ആണ് അത്, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അതുപോലെ ഇമേജ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാവോ? r-d1. അത് വളരെ സിമ്പിൾ അല്ലേ? അതിനും നെഗറ്റീവ് ആണ്, ബിക്കോസ് സൈൻ കൺവെൻഷൻ വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ഇനി നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത് അറിയാമോ? ഫോക്കൽ ലെങ്ത് എത്രയാണ് കുട്ടികളെ? r/2 ആണ്. ദാറ്റ് ഈസ് മൈനസ് നെഗറ്റീവ് r/2. r/2 മൈനസ് r/2. നോക്കൂ, ഞാൻ സൈൻ കൺവെൻഷൻ കൊടുത്ത് ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാ ഡിസ്റ്റൻസും ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ് മെഷർ ചെയ്തിട്ടുള്ളത്. ഒരു ഡിസ്റ്റൻസ് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ, രണ്ടാമത്തെ ഡിസ്റ്റൻസ് ഇത് ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ, മൂന്നാമത്തെ ഡിസ്റ്റൻസ് ഇത് r ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ. therefore this മൈനസ് സൈൻ ഹോൾഡ്സ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് മിറർ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എന്താണ് കുട്ടികളെ മിറർ ഇക്വേഷൻ? നോക്കൂ, വാട്ട് ഈസ് മിറർ ഇക്വേഷൻ? ദിസ് ഈസ് ദ മിറർ ഇക്വേഷൻ. 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 1/f ആണല്ലോ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1/v എന്നുള്ളത് എല്ലായിടത്തും മൈനസ് ഇല്ലേ? ഇതിന് മൈനസ് ഉണ്ട്, ഇതിന് മൈനസ് ഉണ്ട്, ഇതിന് മൈനസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയും മൈനസ് വരുമ്പം ആ മൈനസ് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. എവരി ടൈം ഹാസ് എ മൈനസ് സൈൻ. അപ്പോൾ 1/v. v എത്രയാണ് കുട്ടികളെ? r-d2. r-d2 പ്ലസ് 1/r+d1 ഈക്വൽ ടു r/2. ഇതിൽ നിന്ന് r നമുക്ക് സോൾവ് ചെയ്തുകൂടെ? r/1/f എന്നുള്ളത് എങ്ങനെ വരും കുട്ടികളെ? 1/r/2 എന്നുള്ളത് 2/r എന്ന് വരും ഇല്ലേ? ഇത് നിങ്ങൾക്ക് സ്വന്തം സോൾവ് ചെയ്യാം. ഞാൻ ഇതിനു വേണ്ടി സമയം കളയുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ജസ്റ്റ് മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ ആണ്. എന്ത് ചെയ്യുക? LCM എടുക്കുക, ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡി ഉള്ള ടേം ഒരു സൈഡിൽ വെക്കുക, ഡി കണ്ടുപിടിക്കുക. ഡി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് d1 d2 ഡിവൈഡഡ് ബൈ d1 മൈനസ് d2 എന്ന് കിട്ടും. d1 d2 ഡിവൈഡഡ് ബൈ d1 മൈനസ് d2 എന്ന് ആൻസർ കിട്ടും. ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കിക്കോളൂ. മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് എടുക്കുന്നതാണ് ഇതിന്റെ ട്രിക്കി പാർട്ട്. സി UVF എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വളരെ ട്രിക്കി ആയിട്ടുള്ള പാർട്ട്. ബാക്കി കാൽക്കുലേഷൻ പാർട്ട് എനിവൺ ക്യാൻ ഡു. ഓക്കെ, അതുകൊണ്ട് കാൽക്കുലേഷൻ പാർട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. സോൾവ് ദിസ് ബൈ യുവർ സെൽഫ്. സോൾവ് ദാറ്റ്. ഓക്കെ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ സോൾവ് ചെയ്യൂ. ഇപ്പൊ സമയമുണ്ട്, ഇപ്പൊ തന്നെ സോൾവ് ചെയ്യൂ. യു വിൽ ഗെറ്റ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ലൈവിൽ അവസാനം വരെ തുടരുക എല്ലാവരും. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കൂ. The focal length f is related to radius of curvature r of a spherical convex mirror. കോൺവെക്സ് മിററിനെ കുറിച്ചാണ് കുട്ടികളെ പറയുന്നത്. കോൺവെക്സ് മിറർ ഇല്ലേ? കോൺവെക്സ് മിറർ ഇവിടെ നോക്കൂ എല്ലാവരും. കോൺവെക്സ് മിററിന്റെ നിങ്ങൾക്കറിയാം സെന്റർ ഓഫ് കർവേച്ചറിലോട്ടുള്ള ദൂരം, അതാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുക അല്ലേ? അതിന്റെ പകുതി ആയിരിക്കും ഫോക്കൽ ലെങ്ത് എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു r/2 ആയിരിക്കും. r പോസിറ്റീവ് r/2 r പോസിറ്റീവ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. Both of them are measured in the direction of what? Incident ray. Therefore, r is positive and this is r measured this way, and this is f that's also measured in the direction of incident ray. f and r are positive. അത് ഈസി ആയിട്ട് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ കോൺവെക്സ് മിറർ എന്നുള്ള കാര്യം നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. കോൺവെക്സ് മിറർ ആയതുകൊണ്ടാണ് ഇറ്റ് ഈസ് പോസിറ്റീവ്. ഇനി അടുത്ത് നോക്കൂ. ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്താണ് ചോദിക്കുന്നത് നോക്കൂ നിങ്ങൾ. എ കാർ ബി ഓവർടേക്സ് അനദർ കാർ എ അറ്റ് എ റിലേറ്റീവ് സ്പീഡ് മീൻസ് സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു മിറർ. റിലേറ്റീവ് സ്പീഡ് 40 meters per second. How fast will the image of the car B appears to move in the mirror of focal length 10 centimeter fitted in the car A? Then the car B is 1.9 meter away from the car A. കുട്ടികളെ, കാർ എയിലാണ് മിറർ ഉള്ളത്. അപ്പൊ ഇതാണ് കാർ എ കേട്ടോ. ദിസ് ഈസ് കാർ എ. കാർ എയിലാണ് ഈ മിറർ ഉള്ളത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇതാണ് കാർ എ, ഇത് കാർ എയുടെ മിറർ. ആ മിററിൽ കാർ ബിയുടെ ഇമേജ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് കാർ ബി. ദിസ് ഈസ് കാർ ബി, ദിസ് ഈസ് ദ ഇമേജ് ഓഫ് കാർ ബി. അപ്പൊ ഈ കാർ എ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, കാർ എ അല്ല ബി മൂവ് ചെയ്യുമ്പോൾ
ഇവ തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് തന്നിട്ടുണ്ട്. എയും ബി ഉള്ള റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് മിറർ, അത് തന്നിട്ടുണ്ട്. അപ്പം ഈ ഇമേജിന്റെ ഒബ്ജക്റ്റിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, നമ്മൾ ഇമേജിന്റെ സ്പീഡ് കണ്ടെത്തണം. ഒബ്ജക്റ്റിന്റെ സ്പീഡ് സപ്പോസ് ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക, വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. വെലോസിറ്റി ഓഫ് ദ ഇമേജ് ഇത് ഇങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് യാതൊരു സംശയം ഇല്ലാണ്ട് പറയാം. മിററിൽ ഒബ്ജക്റ്റിന്റെ സ്പീഡും അല്ലെങ്കിൽ വെലോസിറ്റിയും ഇമേജിന്റെ വെലോസിറ്റിയും ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. പക്ഷേ ലെൻസിന്റെ കേസിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയും ഇമേജിന്റെ വെലോസിറ്റിയും ഒരേ ഡയറക്ഷനിലായിരിക്കും. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇനിയും ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ കേട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. ഇനി ഈ വെലോസിറ്റികൾ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ട്. നോക്കൂ, എന്താണെന്നറിയാമോ? വെലോസിറ്റി ഓഫ് ദ ഇമേജ് ഈസ് മൈനസ് എം സ്ക്വയർ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. എന്താണ് എം? മാഗ്നിഫിക്കേഷൻ. വാട്ട് ഈസ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്? അത് ഇവിടെ തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഇവിടെ 40 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ മാഗ്നിഫിക്കേഷൻ ആദ്യമേ കണ്ടുപിടിക്കണം, അല്ലേ? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പല ഫോർമുലയുണ്ട്. ഒരു ഫോർമുല എന്താണ്? മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു. ദിസ് ഈസ് വൺ ഓഫ് ദ ഫോർമുലേ. പക്ഷെ ഇവിടെ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ എൻ്റെ വി ഇല്ല, യു മാത്രമേ ഉള്ളൂ. വി കണ്ടുപിടിച്ചിട്ട് അപ്ലൈ ചെയ്യുന്നേക്കഴിഞ്ഞാൽ നല്ലത് എനിക്ക് വേറൊരു ഫോർമുലയുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? മാഗ്നിഫിക്കേഷന്റെ വേറൊരു ഫോർമുല നിങ്ങൾക്കറിയാം, എഫ് ഡിവൈഡഡ് ബൈ എഫ് മൈനസ് യു എന്നൊരു ഫോർമുലയുണ്ട്. അറിയില്ലാത്ത കുട്ടികൾ നോട്ട് ചെയ്തോളുക. കാരണം ഇതാണ് ഉപയോഗിക്കുന്നത്. കാരണം എൻ്റെ എഫ് ഉണ്ട്, ഇതാ എഫ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? യു ഉണ്ട്. യു എത്രയാണ് കുട്ടികളെ? ഇവിടെ 1.9 മീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു എഫ് എത്രയാ? 10 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ എഫ് 10 പോസിറ്റീവ് ആണ് കേട്ടോ. എഫ് ഈസ് പോസിറ്റീവ് ബിക്കോസ് കോൺവെക്സ് മിറർ ആണിത്. എഫ് പോസിറ്റീവ് ആണ്, യു നെഗറ്റീവ് ആണ്. അപ്പം നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് ആവും. എത്രയാ? 1.9 മീറ്റർ. 1.9 മീറ്റർ എന്ന് പറഞ്ഞാൽ 190 സെന്റിമീറ്റർ അല്ലേ? 190 സെന്റിമീറ്റർ. നോക്കൂ, ഇതെങ്ങനെയാ പോസിറ്റീവ് ആയെന്ന് മനസ്സിലായോ? ഇവിടെ മൈനസ് ഉള്ളത് എങ്ങനെ പോസിറ്റീവ് ആയെന്ന് മനസ്സിലായോ? ഇത് യു എന്ന് പറഞ്ഞാൽ മൈനസ് 1.9 മീറ്റർ ആണ്. മൈനസ് 1.9 മീറ്റർ ദിസ് ഡിസ്റ്റൻസ്. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടി. 200 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടി. മാഗ്നിഫിക്കേഷൻ 1/20. 1/20 പോസിറ്റീവ് ആണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്. 1/20. ഇനി അതുകൊണ്ട് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. സീ ഹിയർ ചിൽഡ്രൻ, വി ഐ വെലോസിറ്റി ഓഫ് ദ ഇമേജ് ഈസ് മൈനസ്, അവിടെ നിൽക്കട്ടെ, പിന്നെ എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 20 സ്ക്വയർ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയാ? 40. ശരിയല്ലേ? ഇത് നിങ്ങൾക്ക് എന്താ കിട്ടുക? വെലോസിറ്റി ഓഫ് ദ ഇമേജ് ഈസ് ഈക്വൽ ടു 4 വെട്ടിപ്പോയും 1/10 എന്ന് കിട്ടും, മൈനസ് 1/10 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 0.1 മീറ്റർ പെർ സെക്കൻഡ്. ഈ മൈനസ് കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ആ മൈനസ് കാണിക്കുന്നത് വെലോസിറ്റി ഓഫ് ദ ഇമേജ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് എന്നാണ്. അത് നിങ്ങളോട് സ്പീഡ് മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ, വെലോസിറ്റി അല്ല ചോദിച്ചത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, യു ആർ ആസ്ക്ഡ് ഓൺലി സ്പീഡ്, isn't it? ലെറ്റ് മീ സീ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഹൗ ഫാസ്റ്റ് വിൽ ദ ഇമേജ് മൂവ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സ്പീഡ് എത്രയാണെന്നാണ് ചോദ്യം. സ്പീഡ് എത്രയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ മൈനസ് അങ്ങോട്ട് കളഞ്ഞിട്ട് 0.1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 0.1 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ ഇല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? ആരും ലൈവ് ഉപേക്ഷിച്ചിട്ട് പോരുത്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തെരഞ്ഞ് കണ്ടുപിടിച്ച് കൊണ്ടുവന്നേക്കുവാണ് കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ലൈവ് ഉപേക്ഷിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. പ്ലീസ് ബി ഓൺ ദ ലൈവ്. ഇനി നമ്മൾ റിഫ്രാക്ഷൻ ത്രൂ പ്ലെയിൻ സർഫസ് ആണ് പഠിക്കാൻ. പ്ലെയിൻ സർഫസ്, റിഫ്രാക്ഷൻ ത്രൂ പ്ലെയിൻ സർഫസ്, ക്രിറ്റിക്കൽ ആംഗിൾ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നോക്കി, എന്താ ഇവിടെ പറയുന്നത് നോക്കി. എ ഗ്ലാസ് ടംബ്ലർ ഹാവിംഗ് ഇന്നർ ഡെപ്ത് 17.5 centimeter is kept on a table. Here is the glass tumbler. Okay. A student start pouring water. ആ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 4/3 into it while looking at the surface of water from the above. അപ്പം ആ സ്റ്റുഡന്റ് എവിടെ നിന്നാണ് നോക്കുന്നത്? ജസ്റ്റ് ഇതിന്റെ മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടാണ്. ലുക്ക് ഹിയർ ചിൽഡ്രൻ, ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നോക്കൂ. ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് വെള്ളം ഫിൽ ചെയ്യുകയാണ്. അപ്പോൾ when he feels that the tumbler is half filled, he feels that the tumbler is half filled. When he feels, that's very important. When he feels that the tumbler is half filled, he stop pouring water.
പകുതി ആയെന്ന് തോന്നിച്ചപ്പം വെള്ളം ഒഴിക്കൽ നിർത്തി. അപ് ടു വാട്ട് ഹൈറ്റ് ദ ടംബ്ലർ ഈസ് ആക്ച്വലി ഫിൽഡ്. ആക്ച്വലി അത് ഹാഫ് ഫിൽഡ് ആണോ, ഹാഫിൽ കൂടുതൽ ഫിൽഡ് ആയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആക്ച്വലി ആ നോക്കുന്ന കുട്ടിക്ക് അത് എപ്പോഴാണ് ഹാഫ് ഫിൽഡ് ആയിട്ട് തോന്നിക്കുക എന്നറിയാമോ നിങ്ങൾക്ക്? ഈ വെള്ളം ഒഴിക്കാത്ത ഭാഗവും വെള്ളം ഒഴിച്ച ഭാഗവും ഒരേ ഹൈറ്റ് തോന്നിക്കുമ്പോ, പക്ഷേ ഈ വെള്ളം ഒഴിച്ച ഭാഗത്തിന്റെ റിയൽ ഹൈറ്റ് ഈ മുകളിൽ നിന്ന് നോക്കുന്ന ആള് കാണില്ല. പിന്നെ എന്ത് ഹൈറ്റേ കാണുള്ളൂ? അപ്പാന്റെ ഹൈറ്റേ കാണുള്ളൂ. മനസ്സിലായ കുട്ടികളെ? ഈ റിയൽ ഹൈറ്റ് നോക്കൂ, ഒരു റിയൽ ഹൈറ്റ് എച്ച് ആണെന്ന് വിചാരിക്കുക. എച്ച് റിയൽ ഹൈറ്റ് ടു വിച്ച് വാട്ടർ ഈസ് poured എച്ച് ആണെങ്കിൽ, ഇയാള് കാണുന്ന ഹൈറ്റ് ഉണ്ടല്ലോ, ഈ മുകളിൽ നിന്ന് നോക്കുന്ന കുട്ടി കാണുന്ന ഹൈറ്റ് എച്ച് ഡാഷ് ആയിരിക്കും. എച്ച് ഡാഷ്. എച്ച് ഡാഷിന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പാരന്റ് ഹൈറ്റ് അല്ലെങ്കിൽ അപ്പാരന്റ് ഡെപ്ത്. അപ്പം ഇദ്ദേഹം, ഈ കുട്ടി ഈ അപ്പാരന്റ് ഡെപ്തും പിന്നെ വാട്ടർ ഫില്ല് ചെയ്യാത്ത സ്ഥലവും ഈക്വൽ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ നിർത്തും, വെള്ളം ഒഴിക്കൽ നിർത്തും. അപ്പം ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? ടോട്ടൽ ഹൈറ്റ് അത് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ടംബ്ലർ അത് 17.5 ആണ്. അതിൽ ആക്ച്വലി എത്ര വെള്ളം ഒഴിച്ചു? എച്ച് വെള്ളം ഒഴിച്ചു. അപ്പൊ വെള്ളം ഒഴിക്കാത്ത സ്ഥലത്തിന്റെ ഹൈറ്റ് എത്രയാണ്? 17.5 നിന്ന് എച്ച് കുറയ്ക്കണം. എന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയി. ഈ 17.5 മൈനസ് എച്ചും എച്ച് ഡാഷും ഈക്വൽ ആണെന്ന് തോന്നുമ്പോൾ വെള്ളം ഒഴിക്കൽ നിർത്തും. മനസ്സിലാവുന്നുണ്ടോ? ദർ ഇസ് എ നോർമൽ ഷിഫ്റ്റ്. ഈ ടംബ്ലറിന്റെ ബേസ് ഉണ്ടല്ലോ കുട്ടികളെ, ബേസ് അത് നോർമൽ ഷിഫ്റ്റിന് വിധേയമാകും. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ആയിരിക്കും ഇപ്പം എന്ത് അതിന്റെ ബേസ് കാണുക. അപ്പം ആ കുട്ടി കാണുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എച്ച് ഡാഷ് ഹൈറ്റ്. Therefore, he stops pouring water when he feels that. He stops pouring water when he feels that H dash is equal to എന്താണ് കുട്ടികളെ? 17.5 മൈനസ് എച്ച്. വെള്ളം ഒഴിക്കാത്ത സ്ഥലം വെള്ളം ഒഴിച്ച സ്ഥലത്തെ അപ്പാൻ്റെ എത്തും ഈക്വൽ ആകുമ്പോഴാണ് വെള്ളം ഒഴിക്കൽ നിർത്തുക. ഇനി എച്ച് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ബൈ മ്യൂ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ മ്യൂ ഈസ് ഈക്വൽ ടു 17.5 മൈനസ് എച്ച്. എച്ച് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, മ്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 4/3 എന്ന് പറഞ്ഞാൽ 3h/4 പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു 17.5. ഇത് എത്രയാ? 7h/4 ഈസ് ഈക്വൽ ടു 17.5. അങ്ങനെ നമുക്ക് ലെറ്റ് us continue. 7h ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ്? 4 into 17.5. 4 17.5 കൂടിയാൽ 35 35 70 അങ്ങനെ എച്ച് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്ന് കിട്ടി. 10 സെന്റിമീറ്റർ അദ്ദേഹം ആക്ച്വലി, ആ കുട്ടി ആക്ച്വലി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 10 സെന്റിമീറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് 10 സെന്റിമീറ്റർ ഒഴിച്ചതായിട്ട് മനസ്സിലാവില്ല. അതിന്റെ കാരണങ്ങളെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാട്ടർ ജെന്റിൽമാൻ, മനസ്സിലായോ? മനസ്സിലായോ? നോക്കൂ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഇതെല്ലാവർക്കും മനസ്സിലായോ? ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഇതിന്റെ കോൺസെപ്റ്റ്. മനസ്സിലായ കുട്ടികളെ ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുള്ളതാണ് കേട്ടോ. A ray of light entering from air into a denser medium of refractive index 4/3 as shown in the figure. The light ray suffers total internal reflection at the adjacent surface as shown. Maximum value of angle theta should be. ഈ ആംഗിൾ തീറ്റയുടെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. ഇതിനൊരു ഷോർട്ട് കട്ട് ഫോർമുലയുണ്ട്, അത് ഉപയോഗിച്ച് ഞാൻ ചെയ്യാം. അവസാന സമയം ഉണ്ടെങ്കിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ചെയ്തു തരാം. കാരണം ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ ചെയ്യാൻ പോവുകയാണ്, എനിക്ക് മറ്റുള്ള പ്രോബ്ലത്തിലേക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് അവസാന സമയം ഉണ്ട് എങ്കിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ചെയ്തു തരാം. ഇതിന്റെ ഷോർട്ട് കട്ട് ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ, തീറ്റ മാക്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ്, നോക്കൂട്ടികളെ, സൈൻ ഇൻവേഴ്സ് റൂട്ട് μ2 സ്ക്വയർ ഡിവൈഡഡ് ബൈ μ1 സ്ക്വയർ മൈനസ് 1 ആണ്. ഈ ഫോർമുലയുടെ ഡെറിവേഷൻ ആണ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ. ഇത് എവിടുന്ന് വന്നു എന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം, സമയം ഉണ്ടെങ്കിൽ മാത്രം. നോക്കൂ, ഇനി എന്താണ് μ1 μ2 എന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് μ1. ഏത് മീഡിയത്തിൽ നിന്നാണോ റേ വരുന്നത് അത് μ1. ഏത് മീഡിയത്തിലേക്കാണോ എൻ്റർ ചെയ്യുന്നത് ദാറ്റ് ഈസ് μ2. അപ്പൊ ഇവിടെ μ2 എന്ന് പറയുന്നത് എത്രയാണ്? 4/3. μ2 എന്ന് പറയുന്നത് 4/3. μ1 എന്ന് പറഞ്ഞാൽ എയർ ആണ്, therefore 1.
അപ്പോൾ theta max is equal to, let me write, theta max is equal to, what will you get? Sin inverse root mu2 square എന്ന് പറഞ്ഞാൽ 4/3 square by 1 square minus 1. Theta max is equal to sin inverse, what will you get? 16/9, that is 16/9 minus 1. Theta max is equal to sin inverse, what you will get, children? Root 7 divided by 3 എന്ന് കിട്ടും ഇല്ലേ? Sin inverse root 7 divided by 3. കുട്ടികളെ പറ്റുമെങ്കിൽ ഈ ഫോർമുല ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് ചെയ്യാനാണെങ്കിൽ കുറച്ച് ലെങ്തിയാണ്, കുറച്ച് റിസ്കിയുമാണ്. ഡോണ്ട് വറി, സമയം കിട്ടുമ്പോൾ ലാസ്റ്റ് ഞാൻ സമയം ഉണ്ടാക്കി നിങ്ങൾക്ക് ചെയ്തു തരാം. ഇത് ഞാൻ ഇതേ ക്വസ്റ്റ്യൻ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട. തൽക്കാലം ഇങ്ങനെ ചെയ്യുക. ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഇതിനെ റീവിസിറ്റ് ചെയ്യാം. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫസ്. ഇപ്പൊ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? റിഫ്രാക്ഷൻ ത്രൂ പ്ലെയിൻ സർഫസ് ആണ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫസ്. നോക്കൂ എന്താണ് ഇവിടെ പറയുന്നതെന്ന് നോക്കിയേ. The image of an object placed in air. This is the object. Children, here is the object. Object placed in air is formed by convex refracting surface. Convex lens എന്നല്ല പറഞ്ഞേ, convex refracting surface. ഇത് ഈ എയറിൽ നിന്ന് നോക്കുമ്പോൾ ഇത് കോൺവെക്സ് റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾ നോക്കിയാണെന്ന് വിചാരിക്കുക. ഒബ്ജക്റ്റിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ദിസ് ഈസ് കോൺവെക്സ് റിഫ്രാക്റ്റിംഗ് സർഫസ്. സർഫസ് അറ്റ് എ ഡിസ്റ്റൻസ് 10 meter behind the surface. ഈ സർഫസിന്റെ പുറകിൽ. The image of an object placed, image distance ആണ് കേട്ടോ. The image of an object placed in the air formed by the convex surface at a distance 10 centimeter behind the surface. ഇമേജ് 10 സെന്റിമീറ്റർ അകലെ ഉണ്ടായെന്നാ പറഞ്ഞു. അപ്പൊ ഇതാണ് ഇമേജ്. ബിഹൈൻഡ് ദ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് നത്തിങ് ബട്ട് വി ഈസ് ഈക്വൽ ടു 10 ഇമേജ് ഡിസ്റ്റൻസ്. ഇനി വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? ദ ഇമേജ് ഈസ് റിയൽ, ഇമേജ് റിയൽ ആണെന്നും, ഓക്കെ, ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇറ്റ് ഈസ് അറ്റ് 2/3 ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ സർഫസ്. ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 2/3 ആണ് എന്ന് പറഞ്ഞാൽ 10 is equal to 2/3 of object distance u. അപ്പൊ എത്ര കിട്ടി? u എത്ര കിട്ടി? 2/3 5 അല്ലേ? 5 3s are 15. അപ്പൊ ഇത് 15 കിട്ടി. ഇത് കണ്ടോ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u 15 കിട്ടി. കാരണം ഈ 2/3 ആണെന്ന് പറയുന്നുണ്ട്. 10 meter എന്ന് പറയുന്നത് 2/3 ഓഫ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതും കിട്ടി. ഇനി എന്താ വേണ്ടത്? ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ഇൻസൈഡ് ദ സർഫസ് ഈസ് 2/3 times the wavelength in air. നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയണം. വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ഇൻസൈഡ് ദ സർഫസ്. ഇതിന്റെ ഉള്ളിലെ വേവ് ലെങ്ത് ഉണ്ടല്ലോ, ലാംഡയാണെന്ന് വിചാരിക്കുക. പുറത്തെ വേവ് ലെങ്ത് λ0 ആണെന്ന് വിചാരിക്കുക. വേവ് ലെങ്ത് ഹിയർ ഈസ് 2/3 times the wavelength in air. വേവ് ലെങ്ത് ഇൻ എയർ, റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണെന്ന ചോദ്യം. കുട്ടികളെ, ഈ വേവ് ലെങ്തിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതിന്റെ N2 എന്ന് എഴുതാം ഞാൻ. N2. ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്ന് എഴുതാം. N1 1 ആണെന്ന് അറിയാം. N2 നമുക്ക് കണ്ടുപിടിക്കണം. N2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? N2 μ2 എന്നോ N2 എന്നോ എന്ത് വേണേൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എഴുതാം കേട്ടോ. ഞാൻ ചിലപ്പോൾ μ ആയിരിക്കും ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ N ആയിരിക്കും. നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത്. N സ്റ്റാൻഡ്സ് ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എങ്ങനെയാണ് കുട്ടികളെ കണ്ടുപിടിക്കുക? വേവ് ലെങ്ത് ഇൻ എയർ ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് ഇൻ മീഡിയം. അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വേവ് ലെങ്ത് ഇൻ എയർ ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് റേ ഇൻ എയർ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് റേ ഇൻ മീഡിയം. അതാണല്ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുക. അപ്പൊ വേവ് ലെങ്ത് ഇൻ എയർ ഡിവൈഡ് ബൈ വേവ് ലെങ്ത് ഇൻ മീഡിയം. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? മീഡിയത്തിലെ വേവ് ലെങ്തിന്റെ റേഷ്യോ ആണ് ഇവിടെ തന്നിട്ടുള്ളത് വിത്ത് റെസ്പെക്ട് ടു എയർ. അപ്പൊ N2 ഈസ് ഈക്വൽ ടു എന്താണ്? 2/3 എന്നല്ല വരുന്നത്, 3/2 എന്ന് വരും. 3/2. അപ്പൊ N2 ഈസ് ഈക്വൽ ടു 1.5. അപ്പൊ ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കിട്ടി. ഇനി ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവോ? ലെൻസ് ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. യു കനോട്ട് യൂസ് ലെൻസ് ഇക്വേഷൻ ബിക്കോസ് ദിസ് ഈസ് നോട്ട് എ ലെൻസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫസിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡു യു റിമെമ്പർ? N2/V minus N1/U is equal to N2 minus N1/R എന്ന ഇക്വേഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? ഈ N2ഉം N1ഉം Uവും Vയും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമുക്കങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ ഞാൻ അടുത്ത പേജിലേക്ക് പോവുകയാണ്. കാരണം ഈ പേജിൽ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് ഐ ആം ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് പേജ്. ഐ ആം കമ്പൽഡ് ടു ഗോ ഫോർ ദ നെക്സ്റ്റ് പേജ്. ഇത് അതേ ഇക്വേഷൻ ഞാനിവിടെ എഴുതുകയാണ്.
ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവുകയാണ് കുട്ടികളെ. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ N2 എത്രയാണെന്ന് നമുക്ക് കിട്ടിയേ 1.5 ഡിവൈഡഡ് ബൈ V. V എത്രയാണ് കുട്ടികളെ? V എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് 10 അല്ലേ, അത് പോസിറ്റീവാണ്. മൈനസ് N1 എത്രയാ 1 ഡിവൈഡ് ബൈ U എത്രയാണ് 15 ആണ്, പക്ഷെ അത് നെഗറ്റീവ് ആണ്. അപ്പൊ പ്ലസ് ഇവിടെ ഒരു 15 വന്നു. ഈസ് ഈക്വൽ ടു N2 മൈനസ് N1. N2 എത്രയാ 1.5, N1 എത്രയാ 1. 6 അറിയില്ല, 6 എഴുതി. ഇതിൽ നിന്ന് 6 കണ്ടുപിടിക്കണം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് LCM എടുക്കാം. 30 അത് 4.5, ഇത് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.5 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും. ഇല്ലേ കുട്ടികളെ? 6 ഇങ്ങോട്ട് എടുക്കുക, ഇത് അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ R ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 6.5 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് R ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 13 എന്ന് എഴുതി കൂടെ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 30 ഡിവൈഡ് ബൈ 13. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? x/13 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക, x/13. എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടുന്ന എത്രയാണ്? 30 ആണ്. 30/13. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇക്വേഷൻ എല്ലാവരും ഓർത്തിരിക്കണം, ഇത് മറന്നു പോകാൻ പാടില്ല. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റും പല സന്ദർഭത്തിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനുമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ലെൻസ് ഇക്വേഷനും മിറർ ഇക്വേഷനും എല്ലാം കാണാപ്പാടം അറിയായിരിക്കും. ഈ ഇക്വേഷൻ സാധാരണ കുട്ടികൾ അധികം കെയർ ചെയ്യാറില്ല. ഓക്കെ, ബട്ട് ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനി അതർ ഇക്വേഷൻ. ആക്ച്വലി നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യുന്നതും ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉണ്ടല്ലോ കുട്ടികളെ, അത് ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി ബേസിക് ഇക്വേഷൻ. Iqbal sir was online. Sir, thank you. Are you still on the line? Iqbal sir. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇതും അതേ കോൺസെപ്റ്റ് ആണ്. Okay. Look here, children. Region 1 and region 2 are separated by spherical surface of radius 25 centimeter. An object is kept in the region 1 at a distance of 40 centimeter from the surface. The distance of the image from the surface. കുട്ടികളെ ഇവിടെ റീജിയൻ 1, റീജിയൻ 2, 1ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, 2ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഇമേജ് ഡിസ്റ്റൻസ് ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ സർഫസ്. ഡയറക്റ്റ് ഫോർമുലയാണ്, പക്ഷെ ഡേറ്റ എല്ലാം ഡയഗ്രത്തിൽ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലേ? ഞാൻ തന്നിട്ടുള്ള ഡേറ്റ ഒന്ന് എടുത്തെഴുതാം. നോക്കിയേ, എനിക്ക് എന്തൊക്കെ ഡേറ്റയാ ഉള്ളതെന്ന് ആദ്യമേ ശ്രദ്ധിക്കൂ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എൻ്റെ ഉണ്ടോ? ഉണ്ട്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാ? 25 സെന്റിമീറ്റർ എന്ന് ഡയറക്റ്റ് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് -25 അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ. ഇനി ഇമേജ് ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല, അത് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ഫൈൻഡ്. അല്ലേ? ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ സർഫസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇനി എന്താ ചെയ്യേണ്ടത്? μ1 നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? μ1 ഉണ്ടോ എന്ന് നോക്കിക്കേ. μ1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇൻസിഡന്റ് റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതാണ് μ1 എന്ന് പറയുന്നത്. റിഫ്രാക്റ്റഡ് റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് μ2 എന്ന് പറയുന്നത് കേട്ടോ. അല്ലാണ്ട് ഒബ്ജക്റ്റ് ഉള്ളിടത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇമേജ് ഉള്ളിടത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിക്കരുത്. കാരണം ഒബ്ജക്റ്റും ഇമേജും ഒരേ മീഡിയത്തിൽ വരാം. ഒബ്ജക്റ്റും ഇമേജും രണ്ട് മീഡിയത്തിലാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഒബ്ജക്റ്റും ഇമേജും ഒരേ മീഡിയത്തിൽ വരാം. അപ്പൊ ഏതാണ് μ1 എന്ന് ചോദിച്ചാൽ ഏത് മീഡിയത്തിലാണോ ഇൻസിഡന്റ് റേ ഉള്ളത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് μ1. ഈ ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞാൽ എന്താ? റേ ബിഫോർ റിഫ്രാക്ഷൻ. ഈ സർഫസിൽ എത്തുന്നതിന് മുമ്പ് റേ എവിടെയായിരുന്നു നോക്കുക. റിഫ്രാക്ഷൻ സംഭവിക്കുമല്ലോ ആ സ്പെറിക്കൽ സർഫസിൽ. ആ സ്പെറിക്കൽ സർഫസിൽ എത്തുന്നതിന് മുമ്പ് റേ എവിടെയാന്ന് നോക്കുക. അതാണ് ഇൻസിഡന്റ് റേ. ഇനിയും റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ടുള്ള റേ ആണ് ഏത്? റിഫ്രാക്റ്റഡ് റേ. അപ്പൊ റിഫ്രാക്റ്റഡ് റേ ഉള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് μ2. ഒന്നുകൂടെ ഞാൻ പറയാം, ഇത് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. ഏത് μ1 μ2 എടുക്കണമെന്ന് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. സാധാരണ കുട്ടികൾ എടുക്കുന്ന ഒബ്ജക്റ്റ് ഉള്ള മീഡിയത്തിന്റെ μ1ഉം ഇമേജ് ഉണ്ടെന്ന് വിചാരിച്ച് μ2 അടുത്ത മീഡിയത്തിന്റെ എടുക്കും. അങ്ങനെയല്ല എടുക്കേണ്ടത്. നിങ്ങൾ എപ്പോഴും എടുക്കേണ്ടത് ഇൻസിഡന്റ് റേ എവിടെയാണെന്ന് നോക്കുക. ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1. ഈ റിഫ്രാക്റ്റഡ് റേ എവിടെയാണെന്ന് നോക്കുക. ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2. അങ്ങനെ നോക്കുമ്പോൾ μ1 എത്രയാണ് കുട്ടികളെ? μ1 ഈസ് ഈക്വൽ ടു 1.25. μ2 എത്രയാണ്? μ2 ഈസ് ഈക്വൽ ടു 1.40. എനിക്ക് വേണ്ട ഡേറ്റ എല്ലാം ഉണ്ടോ എന്ന് നോക്കിയേ. ഇല്ല, ഒരു ഡേറ്റ മിസ്സിംഗ് ആണ്. എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് മിസ്സിംഗ്.
അത് എത്രയാണ് നോക്കിയേ. സ്പെറിക്കൽ സർഫസ് ഓഫ് റേഡിയസ്, വെയിറ്റ് കുട്ടികളെ, ഞാൻ എഴുതിയ ഡേറ്റ ഒരെണ്ണം മാറിപ്പോയി. ഏതാണ്? റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് 25 കേട്ടോ. ദിസ് റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് -25. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ് നോക്കിയേ. ആൻഡ് ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് ഇൻ ദ റീജിയൻ 1 അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 40 എന്നാ പറഞ്ഞത്. 40. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് -40 ആണ്. വൈ ഡിഡ് നോട്ട് യു കറക്റ്റ് മീ? നിങ്ങൾ എന്തുകൊണ്ട് കറക്റ്റ് ചെയ്തില്ല കുട്ടികളെ? വൈ ഡിഡ് നോട്ട് യു കറക്റ്റ് മീ? യു ഹാവ് ടു ബി കെയർഫുൾ. ഞാൻ എഴുതുന്ന ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. ചിലപ്പോൾ ഞാൻ എഴുതുമ്പോൾ ആ ഡേറ്റ മാറിപ്പോകും. നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, ഞാൻ എഴുതിയ കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റ് അല്ലേ? ഓൺ ദ സ്പോട്ട് യു ഹാവ് ടു കറക്റ്റ് മീ. എല്ലാം ചെയ്തതിന് ശേഷമല്ല. ദർ ഇസ് സം പ്രോബ്ലം ഐ തിങ്ക്. യെസ്, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ബ്രോഡ്കാസ്റ്റിംഗിൽ. അതിപ്പോ തന്നെ കറക്റ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ദാറ്റ് വിൽ ബി റെക്ടിഫൈഡ് ഹിയർ. കുട്ടികളെ, നിങ്ങളിപ്പം സ്ക്രീൻ കാണുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ക്രീൻ ഇപ്പൊ തന്നെ വരും കേട്ടോ. ഒരു 2 മിനിറ്റ്, 2 മിനിറ്റില്ല, 1 മിനിറ്റിനുള്ളിൽ ഇത് റെക്ടിഫൈ ചെയ്യും. ദർ ഈസ് സ്മോൾ ടെക്നിക്കൽ ട്രബിൾ ദാറ്റ് ഈസ് ബീങ് റെക്ടിഫൈഡ് നൗ. ആരും പോകരുത്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. യു വർക്ക്ഔട്ട് ഇറ്റ്. ആ ക്വസ്റ്റ്യൻ, ഞാൻ തന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യൂ. ഓക്കെ, സ്ക്രീൻ ഇപ്പൊ തന്നെ വരും. ആരും പേടിക്കണ്ട, ആരും പോവുകയും ചെയ്യരുത്. അത് വർക്ക്ഔട്ട് ചെയ്യൂ കുട്ടികളെ. ഡേറ്റ എല്ലാം ഞാൻ തന്നിട്ടുണ്ട്. ഏതാണ് ഇക്വേഷൻ? N2/B minus N1/U is equal to N2 minus N1/R. ഈ N2ഉം N1ഉം μ1ഉം μ2 അതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ പറയാം. യു വർക്ക്ഔട്ട് ചെയ്യും. എന്താണ് ഇക്വേഷൻ? μ2/B minus μ1/U is equal to μ2 minus μ1/R. എല്ലാ സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ നിങ്ങളുടെ സ്ക്രീൻ വരും. ഡോണ്ട് വറി. വീണ്ടും കളറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. സ്ക്രീൻ ഇപ്പൊ നിങ്ങൾ കാണും. Screen still blue. കുറച്ചുകൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് അറ്റ് റെക്ടിഫൈഡ്. ഇപ്പൊ എങ്ങനെ? ഹൗ ഡു യു ഫീൽ? ഈസ് ഇറ്റ് സ്റ്റിൽ ബ്ലൂ? സ്റ്റിൽ ബ്ലൂ ആണോ? ഓക്കെ. അത് റെക്ടിഫൈ ചെയ്യും കേട്ടോ. നിങ്ങൾ ആ പ്രോബ്ലം ചെയ്യൂ. μ2/V. V അറിയില്ല നമുക്ക്. μ2 എത്രയാണ്? 1.40/V മൈനസ് μ1/U. U -40 ആണ്. μ1 1.25 ആണ്. അപ്പൊ പ്ലസ് 1.25 ഡിവൈഡഡ് ബൈ 40 ഈസ് ഈക്വൽ ടു μ2 മൈനസ് μ1 എന്ന് പറഞ്ഞാൽ 1.40 മൈനസ് 1.25 ഡിവൈഡഡ് ബൈ R എത്രയാ? -25. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരും കേട്ടോ. 1 മിനിറ്റ്.
യെസ്, ഐ ആം ബാക്ക്. എവറിത്തിങ് ഈസ് ഇൻ പ്ലേസ് നൗ. നമുക്ക് ചെയ്യാം. നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കാണുന്നുണ്ടെങ്കിൽ ഓക്കെ എന്നൊന്ന് പറഞ്ഞ് നിങ്ങളുടെ ചാറ്റ് കണ്ടതിന് ശേഷം ഞാൻ ക്ലാസ് തുടങ്ങുന്നുള്ളൂ. ഓക്കെ അല്ലേ? നോക്കിയിട്ട് പറയൂ കുട്ടികളെ. ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു റൈറ്റ് ദ ഇക്വേഷൻ. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? N2 by V എന്ന് പറഞ്ഞാൽ mu2 by V minus mu1 by U is equal to what? mu2 minus mu1 by R. ഇനി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്കിവിടെ എന്താ വേണ്ടത്? V ആണ് വേണ്ടത്. mu2 എത്രയാണ് കുട്ടികളെ? mu2 is equal to 1.40 divided by V. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. mu1 1.25 divided by U എത്രയാണ്? 40 is equal to mu2 എത്രയാ? 1.40. Let me write clearly. 1.40 minus mu1. What is mu1? 1.25 divided by R minus 25. ഇത് മിയർ കാൽക്കുലേഷൻ ഉള്ളൂ. വേ മാത്രമേ അറിയില്ലാത്തുള്ളൂ. സിംഗിൾ ഇക്വേഷൻ, സിംഗിൾ അൺനോൺ. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ -37.58 എന്നാണ്. 58 സെന്റിമീറ്റർ -37.58. പക്ഷേ ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ സർഫസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് പറയുക. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 37.58 എന്ന് പറയുക. ഡി ഇസ് യുവർ ആൻസർ. ഡി 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 ഡി. ഞാൻ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ കോപ്പി ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ആ ഇന്റർപ്രഷന്റെ ടൈമിൽ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിനു മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതിനെ കഴിഞ്ഞ ബുദ്ധിമുട്ടായിരുന്നു. ഇത് കുറച്ച് സിമ്പിൾ ആണ്, പക്ഷെ ഒരേ കോൺസെപ്റ്റ് ആണ്. നോക്കൂ. ദ തിക്നെസ് ഓഫ് ദ സെന്റർ ഓഫ് പ്ലാനോ കോൺവെക്സ് ലെൻസ് ഈസ് 3 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ സാധനം 3 ആണ്. ഈ റെഡിൽ കാണുന്നതാണ് കുട്ടികളെ പ്ലാനോ കോൺവെക്സ് ലെൻസ്. കണ്ടോ? ഇതാണ് പ്ലാനോ കോൺവെക്സ് ലെൻസ്. ഇതിന്റെ തിക്നെസ് തന്നിട്ടുണ്ട്. തിക്നെസ് T തന്നിട്ടുണ്ട്. എത്രയാണ്? 3 മില്ലിമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഈ 6 സെന്റിമീറ്റർ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സാധനം. ഇത് ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത്. നോക്കൂ, ഇവിടുന്ന് ഇവിടം വരെയുള്ള സാധനം. ഇതൊരു സർക്കിൾ ആണല്ലോ. ഡോണ്ട് യു നോ? ഇത് ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഈ പ്ലാനോ കോൺവെക്സ് ലെൻസ് ഇങ്ങനെയല്ലേ ഇരിക്കുക? ആ ലെൻസിനെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയല്ലേ കുട്ടികളെ? അപ്പൊ ഡയമീറ്റർ ഓഫ് ദ ലെൻസ് എന്ന് പറയുന്നത് ഇതാണ്. അത് എത്ര തന്നിട്ടുണ്ട്? 6 എന്ന് തന്നിട്ടുണ്ട്. 6. അപ്പൊ റേഡിയസ് നമുക്കറിയാം 3 ആയിരിക്കും. 3 സെന്റിമീറ്റർ ആയിരിക്കും. സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ ദ മെറ്റീരിയൽ ഈസ് 2.2 into 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് എത്ര? നോക്കിക്കേ, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ R ഡിവൈഡഡ് ബൈ n-1 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇത് എവിടുന്ന് കിട്ടി എനിക്ക്? ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ തന്നെയാണ്. ഇത് എവിടുന്നാ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എൻഡ് റിസൾട്ട് ആണിത്. R ഡിവൈഡ് ബൈ n-1. ഇനി n കണ്ടുപിടിക്കാൻ മാർഗമുണ്ടോ? ഇതാ സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്, v തന്നിട്ടുണ്ട്. അപ്പൊ n കണ്ടുപിടിക്കാൻ വേറെ മാർഗമുണ്ട് കേട്ടോ. n എന്ന് പറയുന്നത് C/V ആണ് കുട്ടികളെ. C/V ആണ്. n എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കേട്ടോ. C/V ആണ്. n ഈസ് ഈക്വൽ ടു 3 into 10⁸ ഡിവൈഡ് ബൈ 2 into 10⁸. അങ്ങനെ n നമുക്ക് 3/2 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ n പ്രശ്നമല്ല. പിന്നെ എന്താ പ്രശ്നം? ഈ n ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. R ആണ് പ്രശ്നം. R എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇതാണ് R. ദിസ് വൺ. അല്ലെങ്കിൽ ഇതാണ് R. R കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിസ്റ്റൻസ് എത്രയാണ് കുട്ടികളെ? ദിസ് ഈസ് R മൈനസ് T ആണ്. എവിടം വരെയാണെന്ന് മനസ്സിലായോ? ദേ ഇവിടം വരെ. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഇത് R മൈനസ് T ആണ്. കാരണം ഇത് T ആണല്ലോ. നോക്കൂ, ഇത് R ആണ്. R എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ റേഡിയസ്. ഇതേതാണ്? ഇത് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് തമ്മിൽ പൈതഗോറിയൻ റിലേഷൻ ഉണ്ടല്ലോ. ഞാൻ എഴുതാൻ പോവുകയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല. 8th ക്ലാസ് നോളജ്. ഓൺലി 8th ക്ലാസ് നോളജ്. ഐ വാണ്ട് R ഇൻ ടേംസ് ഓഫ് ദിസ് സ്മോൾ ലെറ്റർ R ആൻഡ് T. കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക്. ലെറ്റ് മീ ഡു. വാട്ട് ഷുഡ് ഐ റൈറ്റ്? R² എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? R² പ്ലസ് R മൈനസ് T ഹോൾ സ്ക്വയർ ആണ്. R² പ്ലസ് R മൈനസ് T ഹോൾ സ്ക്വയർ. ശരിയല്ലേ? R² ഈസ് ഈക്വൽ ടു വാട്ട് വിൽ ഐ ഗെറ്റ്? R² പ്ലസ് R² മൈനസ് 2RT പ്ലസ് T². ഇങ്ങനെയല്ലേ കിട്ടുന്നത്? നോക്കിയേ, 2RT പ്ലസ് T². T വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആണ്. T is very small quantity. Therefore, T² can be neglected and can be assumed to be 0. T is a very small quantity. See here, എത്രയാ? 3 millimeter.
വെരി സ്മോൾ ക്വാണ്ടിറ്റി, അതിൻ്റെ സ്ക്വയറിനെ വിട്ട് കളയുക. പിന്നെ ഇവിടെ ഒരു ആർ വെർ ഇസ് ദാറ്റ്, ഡിഡ് ഐ ഡു എനിവെയർ റോങ്? എന്താണ് കുട്ടികളെ, എവിടെയോ തെറ്റിയിട്ടുണ്ടല്ലോ. ആർ സ്ക്വയർ എവിടെയാ തെറ്റി? ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ മൈനസ് ടി ഹോൾ സ്ക്വയർ. ഓക്കെ. ഓ 2RRT ഉണ്ട് കേട്ടോ, ഇവിടെ 2RT അല്ല, ദർ ഈസ് 2 യെസ് കറക്റ്റ് ദാറ്റ് ഈസ് കറക്റ്റ്, 2RT ഉണ്ട് അല്ലേ. ഓ ഈ ആർ സ്ക്വയർ നമുക്ക് വെട്ടിക്കളയാം. അങ്ങനെ നമുക്ക് എന്ത് എഴുതാം? ആർ ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ്, ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2T എന്ന് വരും. 2T, ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2T. ഇനിയും നമുക്ക് ഈ സംഭവം കൊണ്ട് ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. ഈ സാധനം ഉണ്ടല്ലോ കുട്ടികളെ, ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. എഫ് ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ n-1 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ആർ ഈസ് ഈക്വൽ എഫ് ഈസ് ഈക്വൽ ടു, എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലുക്ക് എഫ് ഈസ് ഈക്വൽ ടു, ആറിന് പകരം എന്ത് എഴുതുക? ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ n-1 ഓൾറെഡി അവിടെ ഉണ്ട്, പിന്നെ 2T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഞാൻ കേട്ടോ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 6 സെന്റിമീറ്ററിന്റെ പകുതിയുടെ സ്ക്വയർ, 6 സെന്റിമീറ്റർ ഡയമീറ്റർ ആണ്. അപ്പൊ 3 സെന്റിമീറ്ററിന്റെ സ്ക്വയർ, 3 സെന്റിമീറ്റർ 10⁻², അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ n-1 എന്ന് പറഞ്ഞാൽ 3/2 - 1 ഇൻറ്റു 2 ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടി എന്ന് പറഞ്ഞാൽ 3 മില്ലിമീറ്റർ ആണ്. 3 ഇൻറ്റു 10⁻3, 3 ഇൻറ്റു 10⁻3. അങ്ങനെ എത്ര കിട്ടി കുട്ടികളെ? നമുക്ക് 0.3 മീറ്റർ എന്ന് കിട്ടിയില്ലേ? 0.3 മീറ്റർ ശരിയല്ലേ? 1/2 2 വിൽ ഗെറ്റ് ക്യാൻസൽ, 3 വിൽ ഗെറ്റ് ക്യാൻസൽ. 0.3 മീറ്റർ എന്നാ കിട്ടിയത്. എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 30 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ ഫോക്കൽ ലെങ്ത് 30 സെന്റിമീറ്റർ ആണ്. ഇതൊരു വെറൈറ്റി പ്രോബ്ലം ആണ്, നിങ്ങൾ ചെയ്തിട്ടുണ്ടായല്ലേ ഇതിനു മുമ്പ്? യു മൈറ്റ് നോട്ട് ഹാവ് ഡൺ, ഇറ്റ്സ് എ വെറൈറ്റി പ്രോബ്ലം. സി, ഇത് വേറൊന്നുമില്ല, ഈ റിലേഷൻ നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഇത് പൈതഗോറിയൻ റിലേഷൻ ആണ്, ജസ്റ്റ് പൈതഗോറിയൻ റിലേഷൻ. യു ഹാവ് ടു ഫൈൻഡ് ആർ ഇൻ ടേംസ് ഓഫ് ദിസ് ആർ ആൻഡ് ദിസ് ടി തിക്നെസ്. ടി സ്ക്വയർ ടേം എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കാൽക്കുലേഷൻ വിൽ ബി ടീഡിയസ്. Calculation will be tedious if you keep t square time. Just forget about t square time. Okay. ഇനി അടുത്തത് ലെൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ലെൻസിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. The object is placed at the focus of a concave lens having focal length f. Concave lens അല്ലേ? നോക്കിയേ, concave lens ആണ്. Concave lens അതിന്റെ ഫോക്കൽ ലെങ്ത് f ആണെന്നാ പറഞ്ഞത്. What is the magnification and distance of the image from the optic center of the lens? ഇവിടെ ഫോക്കൽ ലെങ്ത് എഫ് എന്നാ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഈ എഫ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് അറിയാമോ? ഫോക്കൽ ലെങ്തിനെ ലെറ്റ് മീ കോൾ F0 എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് -f. കാരണം ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. ഈ സാധനം ഉണ്ടല്ലോ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് അവർ തന്നിട്ടുള്ളത്. ഞാൻ ഫോക്കൽ ലെങ്തിനെ എഫ് എന്ന് വിളിക്കുന്നില്ല, F0 എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് -f. ഫോക്കൽ ലെങ്ത് അത്. ഇനിയും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ് കുട്ടികളെ? യു എന്ന് പറയുന്നത് അത് ഫോക്കസിലാണ് വെച്ചേക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് -f. നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇറ്റ് ഈസ് മെഷേർഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ. എഫ് ഈസ് പോസിറ്റീവ്. ഓക്കെ, ഈ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. Okay, now what should you find? You want to find magnification and distance of the image from optic center of the lens. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെയാ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക? പല ഫോർമുലയുണ്ട്. എഫും യുവും ഉപയോഗിച്ചുള്ള ഫോർമുല കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എഴുതുക. എന്താ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ? F0 ഡിവൈഡഡ് ബൈ എഫ് പ്ലസ് യു. ഇത് ലെൻസ് ആണ്, മിറർ ആണ്. F മൈനസ് യു. F0 ഡിവൈഡ് ബൈ F0 എന്നാണ് ഫോക്കൽ ലെങ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. എഫ് എന്നല്ല ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് F0 ഡിവൈഡ് ബൈ F0 പ്ലസ് യു. മിറർ ആണ്, എങ്ങനെ വരും? F ഡിവൈഡഡ് ബൈ F മൈനസ് യു എന്ന് വരും. ഇത് പ്ലസ് യു ആണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടുത്തെ സംഭവങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. F0ക്ക് എന്താ? -f ഡിവൈഡ് ബൈ F0 -f പ്ലസ് വാട്ട്? -f പ്ലസ് -f. യു -f ആണ്. അങ്ങനെ എനിക്ക് എന്താ? മൈനസ് എല്ലാം വെട്ടിക്കളയാം. അങ്ങനെ എനിക്ക് 1/2 എന്ന് കിട്ടി.
Magnification is 1/2. Magnification -1/2 അല്ല 1/2. ഇനി എനിക്ക് എന്താ വേണ്ടത്? ഇമേജ് ഡിസ്റ്റൻസ് വേണം. അതിന് ലെൻസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 1/v - 1/u ഈസ് ഈക്വൽ ടു 1/f. ഓക്കെ ചിൽഡ്രൻ, 1/v എന്ന് പറയുന്നത് 1/f. f0 എന്ന് എഴുതാം കേട്ടോ. ലെറ്റ് മീ റൈറ്റ് f0 കാരണം ഫോക്കൽ ലെങ്ത് f0 എന്നല്ല ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 1/f0ക്ക് എന്തെഴുതുക? -1/f. ഇത് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ്, അപ്പം -1/f. നോക്കി, ഞാൻ ഇതിനെ അപ്പുറത്തേക്ക് വിട്ടതാണ് കുട്ടികൾ. ഇതിനെ അപ്പുറത്തേക്ക് വിട്ടു, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അങ്ങനെ എനിക്ക് 1/v is equal to minus what will I get? f2. അങ്ങനെ എനിക്ക് v is equal to -f/2 എന്ന് കിട്ടി. Is it correct? Therefore, let me see whether I did any mistake there. Minus of f/2. 1/2 minus 1/f. This will become positive. That is 1/u, 1/f. Minus is taken out. 2/f minus f/2 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ് കുട്ടികളെ. നോക്കൂ, ഇത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ഡിഫിക്കൽട്ടും ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. സെയിം സൈസ് ഇമേജ് ആർ ഫോംഡ് ബൈ കോൺവെക്സ് ലെൻസ് when the object is placed at convex lens when the object is placed at 20 centimeter or at 10 centimeter. കുട്ടികളെ, രണ്ട് പൊസിഷനിൽ ഒരേ സൈസുള്ള ഇമേജ് കിട്ടിയെന്നാണ് പറഞ്ഞത്. നോക്കി, ദ സെയിം സൈസ് ഇമേജസ് ആർ ഫോംഡ്. ഒരേ സൈസുള്ള ഇമേജ് കിട്ടി. എപ്പോഴൊക്കെയാ? 20 സെന്റിമീറ്ററിലും 10 സെന്റിമീറ്ററിലും. അപ്പോൾ ഒരു ഇമേജ് റിയൽ ഇമേജും രണ്ടാമത്തെ ഇമേജ് വെർച്വൽ ഇമേജും ആയിരിക്കും. അല്ലാണ്ട് രണ്ടും റിയൽ ഇമേജ് ആയിരിക്കില്ല, രണ്ടും വെർച്വലും ആയിരിക്കില്ല. രണ്ടും വെർച്വൽ ആണെങ്കിൽ രണ്ടിന്റെ സൈസ് ഡിഫറെന്റ് ആയിരിക്കും. രണ്ടും റിയൽ ആണെങ്കിൽ രണ്ടിന്റെ സൈസ് ഡിഫറെന്റ് ആവേണ്ടതാണ്. കാരണം ദ സൈസ് ഓഫ് ദ ഇമേജും സൈസ് ഓഫ് ദ ഒബ്ജക്റ്റും തമ്മിൽ 1-to-1 കോറിലേഷൻ ആണ്. ഐ മീൻ ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും തമ്മിൽ 1-to-1 കോറിലേഷൻ ആണ്. അപ്പം ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു ഇമേജ് റിയൽ ആയിരിക്കും. റിയൽ എപ്പോഴാണ് കിട്ടുക? അകലെയുള്ളപ്പം. ഇതാ, ഈ ഡിസ്റ്റൻസിൽ റിയൽ ഇമേജ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇവിടെ നോക്കൂ, ഈ ഡിസ്റ്റൻസിൽ റിയലും ഈ ഡിസ്റ്റൻസിൽ വെർച്വലുമാണ്. വേണമെങ്കിൽ ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. ലുക്ക് ഹിയർ. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ എന്ന് നോക്കിയേ. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൽ നിന്ന് ലൈറ്റ് റേസ് ഞാൻ വരയ്ക്കുന്നു. നോക്കൂ കുട്ടികളെ, ഇങ്ങനൊരു ഇമേജ് എനിക്ക് കിട്ടി. എപ്പോഴാണെന്ന് മനസ്സിലായോ? 20 സെന്റിമീറ്റർ അകലെ ഇരിക്കുമ്പോൾ. പിന്നെ വേറൊരു സിറ്റുവേഷനും അത് അങ്ങനെ തന്നെ കിട്ടിയെന്നാണ് പറഞ്ഞത്. ആ വേറൊരു സിറ്റുവേഷൻ ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. ലുക്ക് ഹിയർ, വാട്ട് ഈസ് ദ അതർ സിറ്റുവേഷൻ? നോക്കൂ, രണ്ടാമത്തെ സിറ്റുവേഷൻ ഞാൻ നിങ്ങളെ വരച്ച് കാണിക്കുകയാണ്. നോക്കൂ, ദിസ് ഈസ് ദ കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഇങ്ങനെയായിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ സിറ്റുവേഷൻ കണ്ടോ? ഐ മീൻ ഈ സിറ്റുവേഷനിൽ അപ്പോഴും ഒരു ഇമേജ് കിട്ടി. എന്നിട്ട് ഈ രണ്ട് ഇമേജും ഒരേ ഹൈറ്റ് ഉള്ളതാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഏതൊക്കെ ഇമേജ്? ഈ സിറ്റുവേഷനിൽ കിട്ടിയ ഇമേജും ഈ സിറ്റുവേഷനിൽ കിട്ടിയ ഇമേജും ഒരേ ഹൈറ്റ് ഉള്ളതാണെന്നാണ് പറഞ്ഞത്. അതാണ് സിറ്റുവേഷൻ. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ വരച്ചപ്പോൾ രണ്ടും രണ്ട് ഹൈറ്റ് ആയിപ്പോയി. ബട്ട് ദാറ്റ് ഈസ് ദ ഫാക്ട്, ദാറ്റ് ഈസ് ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ. ഈ ഡിസ്റ്റൻസ് എത്രയാണ് കുട്ടികളെ? ഈ ഡിസ്റ്റൻസ് 20, ഈ ഡിസ്റ്റൻസോ 10. അപ്പം ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആണ്. ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, മാഗ്നിഫിക്കേഷൻ രണ്ടിടത്തും സെയിം ആയിരിക്കും മാഗ്നിഫിക്കേഷൻ. പക്ഷെ ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവും ആയിരിക്കും. അപ്പൊ കേസ് 1 നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഇത്. ഇവിടെ ശ്രദ്ധിക്കുക. കേസ് 1ൽ നോക്കൂ, എന്തൊക്കെയാ കേസ് 1ൽ? നോക്കൂ കുട്ടികളെ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എന്ന് പറയുന്നത് -20 ആണ്. മനസ്സിലാക്കൂ, യു എന്ന് പറയുന്നത് -20 ആണല്ലോ. പിന്നെ മാഗ്നിഫിക്കേഷൻ എന്താണ്? നെഗറ്റീവ് ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ്. അതുപോലെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് v/u ആണല്ലോ. അപ്പം v നമുക്കറിയില്ലെങ്കിൽ വിക്ക് mu എന്ന് കൊടുക്കാം. mu നോക്കൂ, മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു v/u ആണ്.
വിക്ക് നിങ്ങൾക്ക് എം യു എന്ന് കൊടുക്കാം. ഇനി ഞാൻ ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/f എന്നാണ് എൻ്റെ ഫോർമുല. വിക്ക് എന്ത് കൊടുക്കുക? എം യു എന്ന് കൊടുക്കുക. 1/mu മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/f. എം യു എന്ന് കൊടുത്തു. ഇവിടെ എം എന്താണ് കുട്ടികളെ? നെഗറ്റീവ്, യുവും നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ഓരോന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം നെഗറ്റീവ്, യു നെഗറ്റീവ്. അപ്പൊ 20u എന്ന് വന്നു. കാരണം യു നെഗറ്റീവ് ആണ്, 20 നെഗറ്റീവ് ആണ്. 20u നല്ല വരിക. വെയിറ്റ് 1 ഡിവൈഡഡ് ബൈ 20m എന്ന് വന്നു. 20m. കാരണം എം നെഗറ്റീവാ, യു നെഗറ്റീവാ. ഇതെന്ത് കിട്ടും? പ്ലസ്. എങ്ങനെയാ പ്ലസ് ആയി എന്ന് മനസ്സിലായോ? യു നെഗറ്റീവ് ആണ്, ഇവിടെ ഈ മൈനസ് സൈൻ പ്ലസ് ആയി മാറി. പ്ലസ് 1/20 ഈസ് ഈക്വൽ ടു 1/f. ഇതൊരു ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതുപോലെ കേസ് 2ലേക്ക് ഞാൻ പോവുകയാണ്, അടുത്ത പേജിലേക്ക് കേട്ടോ. ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് പേജ്. കേസ് 2. എന്താണ് കേസ് 2? കേസ് 2 അവിടെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാ? -10 ആണ്. മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ്? പോസിറ്റീവ് ആണ്. എം എന്ന് പറയുന്നത് v/u ആണ്. അതുകൊണ്ട് വിക്ക് എനിക്ക് എം യു എന്ന് കൊടുക്കാൻ പറ്റും. ലെൻസ് ഇക്വേഷനിലെ വിക്ക് എനിക്ക് എം യു എന്ന് കൊടുക്കാൻ പറ്റും. ദെൻ സെയിം ഇക്വേഷൻ ഞാൻ അപ്ലൈ ചെയ്യുന്നു. 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/f. വിക്ക് എന്ത് കൊടുക്കുക? 1/mu മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/f. 1/m പോസിറ്റീവ്, യു നെഗറ്റീവ്. നോക്കൂ, എം പോസിറ്റീവും യു നെഗറ്റീവും ആണ്. അപ്പോൾ ഓൾ ടുഗദർ നെഗറ്റീവ് വരും. എത്ര? 10m എന്ന് വരും. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. 1 ഡിവൈഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 1/f. ഇത് ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻ 1ഉം 2ഉം നമുക്ക് കമ്പയർ ചെയ്യാം. നോക്കൂ കുട്ടികളെ, ഇക്വേഷൻ 2ഉം ഈ പെയിന്റ് അടിച്ച ഇക്വേഷനും ഈ പെയിന്റ് അടിച്ച ഇക്വേഷൻ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ രണ്ടിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 1/f ആണ് അല്ലേ? അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കമ്പയർ ചെയ്ത് എം കണ്ടുപിടിക്കാം. എന്നിട്ട് ആ എം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എഫും കണ്ടുപിടിക്കാം. എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാൻ പോവുക. വാട്ട് ഈസ് ദാറ്റ്? 1/20m 1/20m പ്ലസ് 1/20 ഈസ് ഈക്വൽ ടു മൈനസ് 1/10m പ്ലസ് 1/10. 10 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും കുട്ടികളെ? 10 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2m പ്ലസ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 1/2 ഈസ് ഈക്വൽ ടു മൈനസ് 1/m പ്ലസ് 1. അതിനെ ഇപ്പുറം കൊണ്ടുവരാം. 1/2m മൈനസ് എന്നുള്ള പ്ലസ് ആയി. 1/m ഇതിനെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ അപ്പുറം 1/2 എന്നായി. ഇനി 2m LCM എടുക്കുകയാണെങ്കിൽ 1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 1/2. അങ്ങനെ 2ഉം 2ഉം വെട്ടി കളഞ്ഞാൽ m ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. m ഈസ് ഈക്വൽ ടു 3. മാഗ്നിഫിക്കേഷനാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിർത്താം. യു ക്യാൻ സ്റ്റോപ്പ് ഹിയർ ഇഫ് മാഗ്നിഫിക്കേഷൻ ഈസ് ആസ്ക്ഡ്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ള മാഗ്നിഫിക്കേഷൻ അല്ല. m ഈസ് ഈക്വൽ ടു m2 ഇക്വേഷൻ ചെയ്താൽ പറ്റില്ല. യൂസിങ് ദ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. യെസ് പറ്റും. വെരി ഗുഡ് ഗോപിക, യു ആർ വെരി ഗുഡ്. യു സെറ്റ് ദ റൈറ്റ് തിങ്. ഇതിനെ കഴിഞ്ഞ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ അത്ര കടന്നു ചിന്തിച്ചില്ല. യു ആർ വെരി ഗുഡ് അറ്റ് തിങ്കിങ്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ നോക്കൂ. m ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് കിട്ടി. ആ സംഭവം കൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. We have this equation. What is that equation? We have 1 divided by 20m plus 1/20 is equal to 1/f എന്നുള്ള ഇക്വേഷനിൽ 1/20 into 3 plus 1/20 is equal to 1/f. ഇത് 60. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് f is equal to 15 എന്ന് കിട്ടും. 15. f is equal to 15. Okay, I am going to try what Gopika told me. വേറെ ഈസി മെത്തേഡ് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഗുഡ് ഗോപിക, വെരി ഗുഡ്. അബയ് ആർ നായർ, നീ അങ്ങനെയാ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ബട്ട് ദർ ഇസ് നോ പ്രൂഫ്. ഓക്കെ, നിനക്ക് നേരത്തെ പറയാമായിരുന്നു. യു കുഡ്
you could steal what I said. My words could be stolen. നീ നേരത്തെ പറയുകയാണെങ്കിൽ നോക്കാം, നമുക്ക് ഗോപി പറഞ്ഞ പോലെ പറ്റുമോ നോക്കാം. പറ്റും. നോക്കൂ, എന്താണ് നമുക്ക് രണ്ട് മാഗ്നിഫിക്കേഷനും M1 പോസിറ്റീവ് ആണെങ്കിൽ M2 എത്രയാണ്? M2 നെഗറ്റീവാണ്. M1 M2 അല്ലെങ്കിൽ M1നെ M എന്ന് വിളിക്കൂ, അല്ലെങ്കിൽ M1നെ -M എന്ന് വിളിക്കൂ, M2നെ M എന്ന് വിളിക്കൂ. ഇപ്പൊ M1ന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. M1 ഈസ് ഈക്വൽ ടു F. എമ്മിന്റെ ഇക്വേഷൻ എന്താണ് കുട്ടികളെ? F ഡിവൈഡഡ് ബൈ F പ്ലസ് യു ആണ്. അപ്പൊ M1 ഈസ് ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ F -20 എന്ന് വരും. F പ്ലസ് യു എന്നുള്ളത് എന്താ? -20. U -20 ആണ്. സോറി, M1 നെഗറ്റീവ് അല്ലേ, അപ്പൊ ഇവിടെ ഒരു മൈനസ് സൈനും വരും. M2 എത്രയാണ് കുട്ടികളെ? അത് പോസിറ്റീവ് ആണ്. F ഡിവൈഡഡ് ബൈ F -10. ഇത് രണ്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദി ആൻസർ. യു ക്യാൻ ഈസിലി ഗെറ്റ് ദി ആൻസർ വാട്ട് ഐ ഹാവ് ഡൺ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ആൻഡ് മിറേഴ്സ്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ലെൻസും ഒന്നിൽ കൂടുതൽ മിറേഴ്സും കമ്പൈൻ ചെയ്യും. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇത് NCERT-യിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. NCERT-യിലുള്ള പോലെ അല്ല ചോദിച്ചിട്ടുള്ളത്, പക്ഷേ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ NCERT-യിലുണ്ട്. നോക്കൂ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ ഒബ്ജക്റ്റ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ലെൻസ് ഇൻ ദ ഫിഗർ. ഈ ഫിഗറിലെ ഇത് ലെൻസസ് ആണ്. ഈ കോമ്പിനേഷൻ ഉണ്ടാക്കുന്ന ഫൈനൽ ഇമേജ് എവിടെയെന്നാണ് ചോദ്യം. ആദ്യമേ നമുക്ക് ഈ പാർട്ട് ചെയ്ത് നോക്കാം. ഈ പാർട്ട് ഇതെവിടെ ഇമേജിനെ ഉണ്ടാക്കുന്നു നോക്കാം. കാരണം ഒബ്ജക്ട് ഡിസ്റ്റൻസും ഉണ്ട്, ഇമേജ് ഡിസ്റ്റൻസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചിന്തിക്കാം. എന്താണ് 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/f എന്നാണ് നമ്മുടെ ഇക്വേഷൻ. 1/v അറിയില്ല, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. 1/30 ഈസ് ഈക്വൽ ടു 1/f. 1/f എന്ന് പറഞ്ഞാൽ 1/10. ഞാൻ 1/va-നെ 1/10-നെ 3/30 എന്ന് എഴുതുന്നു. മൈനസ് 1/30 ഇല്ലേ? അങ്ങനെ v ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം കുട്ടികളെ? ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചിന്തിച്ചാൽ മതി. ഇതൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കരുതിക്കൂ. ഇവിടെ നിന്നൊരു പോയിന്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഇമേജ് എവിടെയായിരിക്കും എന്ന് നമുക്ക് അറിയാം. സി, ഇതിൽ നിന്ന് വരുന്ന ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ. 15 സെന്റിമീറ്റർ അകലെ, ഇവിടുന്ന് 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 5ഉം 10ഉം ഇങ്ങോട്ട് സി ഇങ്ങനെ പോകും. ലെറ്റ് മീ ഡ്രോ ഇറ്റ് ലൈക്ക് ദിസ്. ഇതിന്റെ സെന്ററിലേക്ക് ഇങ്ങനെയാണ് ഇമേജസ് ഉണ്ടാകുക. അത് പക്ഷേ how to write that? Look here. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡോട്ടഡ് ലൈൻ ആണ് കാണിക്കുന്നത്. കാരണം ആ റെയിനെ ആര് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്? ഈ ലെൻസ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ് കുട്ടികളെ? 10 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ ഇതിന്റെ ഫോക്കൽ ലെങ്തിലേക്കാണ് ഇത് പോകുന്നത്. ഈ ലൈറ്റ് റേ കണ്ടോ? ഫോക്കൽ ലെങ്ത് അല്ല, ഫോക്കൽ പോയിന്റിലേക്ക്. അങ്ങനെ ഫോക്കൽ പോയിന്റിലേക്ക് പോകുന്ന ഒരു ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കും? എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫോക്കൽ പോയിന്റിലേക്ക് പോകുന്ന ഒരു ലൈറ്റ് റേ, പാരലൽ ലൈറ്റ് റേ ഫോക്കൽ പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്തായിട്ട് തോന്നിക്കും. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ പാരലൽ ലൈറ്റ് റേ വരികയാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വരികയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇങ്ങനെ ഡൈവേർജ് ചെയ്യില്ലായിരുന്നോ? അപ്പോൾ ഒരു കൺവേർജന്റ് ബീം പാരലൽ ആയിട്ട് പോകും. ഇറ്റ് വിൽ ബി പാരലൽ ലൈക്ക് ദിസ് ചിൽഡ്രൻ. ലുക്ക് ഹിയർ ആഫ്റ്റർ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ഗോ പാരലൽ ലൈക്ക് ദിസ്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കോമൺ സെൻസ് ആണ്. പാരലായിട്ട് പോകുന്ന ലൈറ്റ് റേ രണ്ടാമത്തെ ലെൻസിന് പാരലായിട്ട് പോകുന്ന ലൈറ്റ് റേ എന്ത് സംഭവിക്കും? അതിന്റെ ഫോക്കൽ പോയിന്റിൽ കൺവേർജ് ചെയ്യും. ഫോക്കൽ പോയിന്റിൽ കണ്ടോ? ഇവിടെ കൺവേർജ് ചെയ്യും. ഹിയർ ഈസ് ദ ഫൈനൽ ഇമേജ്. ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് ഹിയർ. ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് ദേ. അപ്പം നമ്മൾ ബാക്കിയുള്ളതൊന്നും ലെൻസ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇത് ഫോക്കൽ ലെങ്ത് അല്ലേ? അതിന്റെ ഫോക്കൽ ലെങ്ത് അല്ലേ വരിക? നോക്കി ഇതാ. Just let me move these things that side. Otherwise it will be a troublesome work. നോക്കൂ, ഈ ഡിസ്റ്റൻസ് എത്രയാണ് കുട്ടികളെ? ഈ ഡിസ്റ്റൻസ് അതിന്റെ ഫോക്കൽ ലെങ്ത് 30. അപ്പൊ നിങ്ങളോട് ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഫൈനൽ ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞ് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നോക്കിക്കേ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ ഒബ്ജക്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. ഏതൊക്കെ? 30, 10, 5, 30. 30 + 30 എത്രയാ? 60, 70, 75. അപ്പൊ 75. ഇങ്ങനെയുള്ള പ്രോബ്ലത്തിലെല്ലാം എന്തെങ്കിലും ട്രിക്ക് ഉണ്ടാകും കുട്ടികളെ.
ഇങ്ങനെയുള്ള പ്രോബ്ലത്തിലെല്ലാം എന്തെങ്കിലും ട്രിക്ക് ഉണ്ടാവും, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ആദ്യത്തെ ലെൻസിന് നിങ്ങൾ ലെൻസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പൊ അതിന്റെ ഇമേജ് എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കുക. പിന്നെ ഉള്ളതെല്ലാം ലെൻസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് സാധാരണ ക്വസ്റ്റ്യൻ തരിക. കണ്ടോ, ഇത് ആദ്യത്തേന് മാത്രമല്ലേ നമ്മൾ ലെൻസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇത് കണ്ടോ, ബാക്കിയുള്ള ഒന്നിനും ചെയ്തിട്ടില്ലോ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എങ്ങനെ ഇത് പോകും, എങ്ങോട്ട് പോകും. അല്ലാണ്ട് 3 എണ്ണത്തിന് ലെൻസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുള്ള സിറ്റുവേഷൻ ചോദിക്കാറില്ല സാധാരണ. ഇതേ ടൈപ്പ് ഒരു പ്രോബ്ലം നിങ്ങളുടെ NCERT-യിലുണ്ട്, അത് നിങ്ങൾ റിഫർ ചെയ്യുക. ഇതേ ടൈപ്പ് കോമ്പിനേഷൻ ഓഫ് ലെൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ NCERT-യിൽ ഇതേ ടൈപ്പ് പ്രോബ്ലം. അവിടെ പ്ലാനോ കോൺവെക്സ് ലെൻസ് അല്ല തന്നിട്ടുള്ളത്, ആക്ച്വൽ കോൺവെക്സ് ലെൻസ് ആണെന്ന് മാത്രം. ആക്ച്വൽ കോൺവെക്സ് ലെൻസ്, ദാറ്റ്സ് ഓൺലി ദ ഡിഫറൻസ്. യു ക്യാൻ റിഫർ യുവർ NCERT. ഇനി അടുത്ത നോക്കൂ നിങ്ങൾ, 15th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കൂ. Curved surface of plano convex lens of refractive index mu1 and a plano concave lens of refractive index mu2 have equal radius of curvature. എന്ന് പറഞ്ഞാൽ ഈ റേഡിയസ് ഓഫ് കർവേച്ചർ രണ്ടിനും ഈക്വൽ ആണ്. ഒന്നൊന്നിൽ കൃത്യമായിട്ട് ഫിറ്റ് ആവുന്നുണ്ടെന്ന് അർത്ഥം. Equal radius of curvature are shown in the figure. Find the ratio of radius of curvature of the focal length to the combined lens. എന്താണ്? Find the ratio of radius of curvature to the focal length of the combined lens. നമുക്ക് ഒരു റേഷ്യോ വേണം. എന്തിന്റെ റേഷ്യോ വേണം? നമുക്ക് വേണ്ടത് ഇതാണ്. വി നീഡ് F/R. F എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോമ്പിനേഷൻ ഓഫ് ഫോക്കൽ ലെങ്ത്. R എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ഓഫ് കർവേച്ചർ. ഇവിടെ എന്തൊക്കെ ലെൻസാണ് നമ്മുടെ ഉള്ളതെന്ന് നോക്കി. നമ്മുടെ ഉള്ള ലെൻസ് ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസും ഒരു പ്ലാനോ കോൺകേവ് ലെൻസുമാണ്. പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമോ? F1 എന്ന് ഞാൻ എഴുതാം. F1 ഈസ് ഈക്വൽ ടു, പ്ലാനോ കോൺവെക്സ് ആണ്, എന്താണ്? R ഡിവൈഡഡ് ബൈ mu1 - 1. ഇത് പോസിറ്റീവ് ആണ് കേട്ടോ. mu1 ഈസ് ഗ്രേറ്റർ ദാൻ 1 ഓൾ ദ ടൈം. അപ്പൊ ഇത് പ്ലാനോ കോൺവെക്സ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. ഇതേ ഇക്വേഷൻ ആണ് പ്ലാനോ കോൺകേവ് ലെൻസിനും വരിക, പ്ലാനോ കോൺകേവിനും. പക്ഷെ അതിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആകുന്നേ ഉള്ളൂ. അതും R ഡിവൈഡഡ് ബൈ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu2 - 1. നമുക്ക് പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ ഇക്വേഷൻ ഇതാണ് കുട്ടികളെ. R ഡിവൈഡഡ് ബൈ n - 1 എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്ലാനോ കോൺവെക്സും പ്ലാനോ കോൺകേവും ഒരേ ഇക്വേഷൻ ആണ്. പക്ഷെ പ്ലാനോ കോൺകേവിന്റെ ഒപ്പം ഒരു മൈനസ് സൈൻ ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പൊ ഈ രണ്ടെണ്ണത്തിന് ഇനിയും ലെൻസ് കോമ്പിനേഷൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എന്താ ലെൻസ് കോമ്പിനേഷൻ ഇക്വേഷൻ? 1/f ഈസ് ഈക്വൽ ടു, നോക്കൂ, 1/f1 പ്ലസ് 1/f2. ഇതാണല്ലോ ലെൻസ് കോമ്പിനേഷൻ ഇക്വേഷൻ. 1/f എന്ന് തന്നെ ഞാൻ എഴുതി. 1/f എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ എന്താണ് കുട്ടികളെ? mu1 - 1 ഡിവൈഡ് ബൈ R. പ്ലസ് എന്നുള്ളത് മൈനസ് ആവും, ബിക്കോസ് ഹിയർ ഈസ് എ മൈനസ് സിറ്റിംഗ്. അതിന്റെ റെസിപ്രോക്കൽ എഴുതി. എന്താണത്? mu2 - 1 ഡിവൈഡഡ് ബൈ R. R ഇങ്ങോട്ട് എഴുതി. എനിക്ക് വേണ്ടത് എന്താ? F/R ആണ്. F/R ആണ് എനിക്ക് വേണ്ടത്, അല്ലേ? R/F കണ്ടുപിടിച്ചിട്ട് നമുക്ക് തലകുത്തി ഇടാം. R/F കണ്ടുപിടിക്കൂ. R ഇങ്ങോട്ട് എടുക്കൂ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ലെറ്റ് മീ റൈറ്റ് ഹിയർ. ഇതിൽ നിന്ന് നമുക്ക് R/F എന്ത് കിട്ടുമെന്ന് നോക്കാം. R/F ഈസ് ഈക്വൽ ടു, ഈ R ഇങ്ങോട്ട് എടുത്തല്ലോ, അപ്പൊ mu1 - mu2 എന്ന് കിട്ടി. mu1 - mu2. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഒന്നുകൂടെ വായിച്ചു നോക്കട്ടെ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ ടു ദ ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഇതല്ല വേണ്ടത് കേട്ടോ. നമുക്ക് റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ ടു ദ ഫോക്കൽ ലെങ്ത്, R/F തന്നെയാണ് വേണ്ടത്. വാട്ട് വി വാണ്ട് ഈസ് R/F, നോട്ട് F/R. അതാ, അത് കിട്ടിക്കഴിഞ്ഞു. R/F ഈസ് ഈക്വൽ ടു ദിസ്. ഹിയർ ഇറ്റ് ഈസ്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേ രീതിയിലല്ലെങ്കിലും ഇതേ ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുള്ള രീതികൾ വ്യത്യാസമായിരിക്കും, ബട്ട് കോൺസെപ്റ്റ് ഈസ് ദ വൺ ആൻഡ് ദ സെയിം. ഞാനിത് സൈലത്തിലെ കുട്ടികളെ ഇതേ ടൈപ്പ് പ്രോബ്ലം കുറെ ചെയ്യിച്ചതുമാണ്. ഇതെല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ചില ക്വസ്റ്റ്യൻസ് ഞാൻ സൈലത്തിലെ കുട്ടികളെ ചെയ്യിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ചെയ്യിക്കാൻ നിർബന്ധിതനാകുന്നത്. ഇറ്റ്സ് ആൻ ഓപ്പൺ പ്രോഗ്രാം ഫോർ ഓൾ ദ ചിൽഡ്രൻ ഇൻ കേരള. Therefore, I have to take care of them also. ഇനി നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്തതും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. An object is placed at a distance 12 cm from convex lens. 12 cm ഈ സംഭവമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒബ്ജക്റ്റ് കോൺവെക്സ് ലെൻസ്. A convex mirror of focal length 15 cm. Focal length 15 cm is placed on the other side at 8 cm, the 8 cm shown in the figure. The image of the എന്താണ്
ഇമേജ് ഓഫ് ദ ഒബ്ജക്ട് കോയിൻസൈഡ് വിത്ത് ദ ഒബ്ജക്ട്. കണ്ടോ, ഇതിന്റെ ഇമേജ് ഒബ്ജക്റ്റിൽ തന്നെ പതിക്കുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും? നമുക്കൊന്ന് വരച്ചു നോക്കാം. ലുക്ക് ഹിയർ ഓൾ ഓഫ് യു. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച്, ഒരു ലൈറ്റ് റേ ഇങ്ങനെ പോയാൽ തിരിച്ചു വരണം. ഈ ലൈറ്റ് റേ പോയിട്ട് അതും തിരിച്ചു വരണം, വേണ്ടേ? എന്നാലേ ഒബ്ജക്റ്റിൽ തന്നെ ഇമേജ് ഉണ്ടാകുകയുള്ളൂ. ലെറ്റ് മീ ഡ്രോ. അപ്പൊ ഈ ലൈറ്റ് റേ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദിസ് ലൈറ്റ് റേ മസ്റ്റ് ഗോ ലൈക്ക് ദാറ്റ്. അങ്ങനെ പോകേണ്ടതാണ്. ലെറ്റ് മീ ഡു. ഓക്കെ, ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേ ആണ്. പക്ഷെ അവ തിരിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ പോകേണ്ടതാണ് സംഭവം. പക്ഷെ അവ തിരിച്ചു വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഈ ലെൻസ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട്, ലെൻസ് അല്ല മിറർ ഇരിക്കുന്നുണ്ട്. മിററിൽ ഒരു ലൈറ്റ് റേ പതിച്ചാൽ തിരിച്ച് റീട്രേസ് ചെയ്യണമെങ്കിൽ നോർമൽ ഇൻസിഡൻസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ദിസ് ആംഗിൾ മസ്റ്റ് ബി 90. ദിസ് ആംഗിൾ മസ്റ്റ് ബി 90. അപ്പൊ ഇത് എങ്ങോട്ട് പോകുന്ന ലൈറ്റ് റേ ആയിരിക്കും? റേഡിയസ് അല്ലേ കുട്ടികളെ ടാൻജൻഷ്യലിന് പെർപെൻഡിക്കുലർ ആയിരിക്കുക. ഇവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കൂ. ഇവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ ഈ ലൈറ്റ് റേ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ദിസ് ലൈറ്റ് റേ മസ്റ്റ് ബി ഗോയിങ് ടു റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ഇവിടെ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കാം. അങ്ങോട്ട് പോകേണ്ട ലൈറ്റ് റേ ആണ്. കണ്ടോ, അങ്ങോട്ട് പോകേണ്ട ലൈറ്റ് റേ അങ്ങോട്ട് പോകുന്നില്ല, ഇതിൽ തട്ടി തിരിച്ച് വരുന്നു. അപ്പൊ ഈ ലൈറ്റ് റേയുടെ പാത്ത് ഇങ്ങനെ പോയി ദേ ഇങ്ങനെ പോകുന്നു, പക്ഷെ തിരിച്ച് അതുപോലെ തന്നെ വരുന്നു. ഇങ്ങനെ പോകുന്നു, തട്ടി തിരിച്ചു വരുന്നു. കണ്ടോ, നോക്കൂ, ഇങ്ങനെ വന്നിട്ട് ഒബ്ജക്റ്റും ഇമേജും ഒരേ സ്ഥലത്തുണ്ടാകുന്നു. ഒബ്ജക്റ്റിൽ തന്നെ ഇമേജ് ഉണ്ടാവണമെങ്കിൽ റേ ഷുഡ് റീട്രൈസ്. മനസ്സിലാക്കുക, റേ തിരിച്ചു വരണം, എന്നാലേ ഒബ്ജക്റ്റിൽ തന്നെ എന്തുണ്ടാവുള്ളൂ? ഇമേജ് ഉണ്ടാവുകയുള്ളൂ. ഇനി ബാക്കി നോക്കൂ നിങ്ങൾ. വെൻ ദ കോൺവെക്സ് മിറർ ഈസ് റിമൂവ്ഡ്, ഇതിനെ എടുത്ത് മാറ്റിയാൽ റിമൂവ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ ഒബ്ജക്റ്റ് വിൽ ബി ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൽ നിന്ന് ഇമേജ് എവിടെയായിരിക്കും? ഇതെടുത്ത് മാറ്റിയാൽ എന്ത് സംഭവിക്കും? ആ ലൈറ്റ് റേ തട്ടി തിരിച്ചു വരില്ല, അത് ഇങ്ങനെ പോകും. പോയിട്ട് എങ്ങോട്ട് പോകും? സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് പോകും. ദിസ് ഈസ് വാട്ട്? ദിസ് ഈസ് ദ സെന്റർ ഓഫ് കർവേച്ചർ. ആരുടെ? ആ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ഇല്ലേ? മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എത്ര അകലത്തിലാണ്? റേഡിയസ് അകലത്തിലാണ്. റേഡിയസ് എത്രയാ? ഡബിൾ ദ ഫോക്കൽ ലെങ്ത്. R ഈസ് ഈക്വൽ ടു 2f ആണെന്ന് നിങ്ങൾക്കറിയാം. 2f. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കറിയാം. ദിസ് ഡിസ്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് 2f വിച്ച് ഈസ് f 15 ആണ്. അപ്പൊ ഇത് 30 ആണ്. ദിസ് ഡിസ്റ്റൻസ് ഈസ് 30. അപ്പം ഫൈനൽ ഇമേജ് ഇവിടെ ഉണ്ടാവുന്നു, ഒബ്ജക്റ്റ് ഇവിടെ. നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്, ഈ ഡിസ്റ്റൻസ്. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. 12 വെട്ടു 20 30 50. അപ്പൊ ഈ ഡിസ്റ്റൻസ് 50 ആണ്, 50 സെന്റിമീറ്റർ. കണ്ടോ, ഒരു മിറർ ഇക്വേഷൻ ഒരു ലെൻസ് ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കാണ്ട് നമ്മൾ അത് പറയുന്നു. കാരണം സാധാരണ ഇങ്ങനെയുള്ള കോമ്പിനേഷൻ, ഇങ്ങനത്തെ ട്രിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരു ഇക്വേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരില്ല. ഇനി നിങ്ങൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒബ്ജക്റ്റിൽ തന്നെ ഇമേജ് ഫാൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദ റേസ് ആർ റീട്രേസിങ്. പോയ വഴിക്ക് തിരിച്ചു വരുന്നു. അപ്പൊ പോയ വഴിക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരു നോർമൽ ഇൻസിഡൻസ് ഉണ്ടാവണം. എവിടെ? ഒരു മിററിൽ നോർമൽ ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് പോയ വഴിക്ക് തിരിച്ചു വരൂ. അതർവൈസ് ദേ വോണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രിസത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന കേട്ടോ. പ്രിസം നോക്കൂ. പ്രിസം ഇത് നോക്കൂ. ഇറ്റ്സ് ലിറ്റിൽ ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം. ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിക്കാം, നിങ്ങളും ശ്രദ്ധിക്കുക. ക്രോസ് സെക്ഷൻ വ്യൂ ഓഫ് പ്രിസം ഈസ് ഇക്വലാറ്റർ ട്രയാങ്കിൾ ABC ഇൻ ദ ഫിഗർ. ഇതൊരു ഇക്വലാറ്റർ പ്രിസം ആണെന്ന് പറയുന്നുണ്ട്. ഇക്വലാറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ആംഗിളും 60 ആണ്. The minimum deviation observed using the prism when the angle of incidence is equal to angle of the prism. Minimum deviation is observed. എപ്പോഴാ? When the angle of incidence is equal to angle of the prism. എന്ന് പറഞ്ഞാൽ angle of incidence is equal to angle of the prism എന്ന് പറഞ്ഞാൽ angle of prism എത്രയാണ്? 60. അപ്പൊ angle of incidence 60 ആണ്. Time taken by the light to travel from P ഇവിടുന്ന് P to what? Time taken by the light to P to A. ഈ ഒരു ലൈറ്റ് റേ ഇങ്ങനെ പോവുകയാണ്, അതിന് എത്ര ടൈം എടുക്കും? A is dash 10 to 10 second. Given the speed in vacuum this much, cos 30യുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക. അല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പ്രിസത്തിൽ കൂടെയുള്ള ലൈറ്റ് റേയുടെ വെലോസിറ്റി അറിയണമെങ്കിൽ ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയണം. കാരണം എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു C/N ആണ്. N is the refractive index. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു. സ്നെൽസ് ലോ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? സ്നെൽസ് ലോ പറയുന്നത് മറ്റൊന്നുമല്ല. ഇവിടെ ഓക്കെ, സ്നെൽസ് ലോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ നോക്കാം. ഇത് എത്രയാണ് കുട്ടികളെ? ഇത് 60 എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് സെയിം ആസ് ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നുണ്ട്.
ആംഗിൾ ഓഫ് പ്രിസം എത്രയാ 60 ബിക്കോസ് ഇക്വിലാറ്ററൽ ആണ്. ഈ ആംഗിൾ എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ എ ഈസ് ഈക്വൽ ടു 2r എന്ന് പഠിച്ചിട്ടുണ്ട്. 2r ഓർമ്മയുണ്ടോ? എ ഈസ് ഈക്വൽ ടു 2r അറ്റ് ദ ടൈം ഓഫ് മിനിമം ഡീവിയേഷൻ. അപ്പൊ ഇത് 30 ആണ് കേട്ടോ. ദിസ് ഈസ് 30 നോ ഡൗട്ട്. ഇതും 30 ആയിരിക്കും. 30 ആൻഡ് ദിസ് ഈസ് 60. എല്ലാ ആംഗിളും ഞാനങ്ങ് തന്നേക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഇത് 60 ആണെങ്കിൽ ഇത് 60, ഇത് 30 ആയിരിക്കും, ഇത് 30 ആയിരിക്കും, ഇത് 60 ആയിരിക്കും. കാരണം ദ പ്രിസം ഈസ് ഇൻ മിനിമം ഡീവിയേഷൻ പോർഷൻ. എപ്പോഴും ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്താൽ ആംഗിൾ ഓഫ് ദ പ്രിസം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. R1 പ്ലസ് R2 ഈസ് എ. മിനിമം ഡീവിയേഷന്റെ പൊസിഷനിൽ R1 ഉം R2 ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 2R എഴുതിയത്. ഇത് ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് ദാറ്റ്? ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1, ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആയിക്കോട്ടെ കുട്ടികളെ, n. അപ്പൊ 1 ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഹൗ മച്ച് 60 ഈസ് ഈക്വൽ ടു n ഇൻറ്റു സൈൻ 30. സൈൻ 30 ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. n1 സൈൻ തീറ്റ 1 ഈക്വൽ ടു n2 സൈൻ തീറ്റ 2. n1 സൈൻ n1 എന്ന് പറഞ്ഞാൽ ഇത് 1, സൈൻ തീറ്റ 1 തീറ്റ 1 എന്ന് പറഞ്ഞാൽ ഇത് ഈസ് ഈക്വൽ ടു n2 എന്ന് പറഞ്ഞാൽ n, സൈൻ തീറ്റ 2 എന്ന് പറഞ്ഞാൽ ഇത്. ഓക്കെ, അപ്പൊ ഇത് √3/2 ഈസ് ഈക്വൽ ടു n ഇൻറ്റു 1/2. അങ്ങനെ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു √3 എന്ന് കിട്ടി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 കിട്ടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു നോക്കുട്ടികളെ c ഡിവൈഡഡ് ബൈ n ആണ്. c എത്രയാ? 3 ഇൻറ്റു 10⁸ ഡിവൈഡ് ബൈ √3. അപ്പൊ √3 ഇൻറ്റു 10⁸ എന്ന് വന്നു. അതാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദിസ് മീഡിയം. അപ്പൊ വെലോസിറ്റി കിട്ടി. ഇനി ഡിസ്റ്റൻസ് കൂടെ കിട്ടിയാൽ നമുക്ക് ടൈം കണ്ടുപിടിച്ചുകൂടെ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഈ ആംഗിൾ 60 ആണെന്ന് തന്നിട്ടുണ്ട്, 60 എന്ന് തന്നിട്ടുണ്ട്. ഇത് 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ലെറ്റ് മീ കോൾ ഇറ്റ് ദിസ് ആസ് എക്സ് ഓർ ഡി എന്ന് എടുക്കാം. ഡി, വാട്ട് ഈസ് ഡി? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 10 സൈൻ 60, സൈൻ 60 ഇല്ലേ? ഡി ഈസ് ഈക്വൽ ടു 10 അല്ലെങ്കിൽ 5 √3 എന്ന് വന്നു. സൈൻ 60 1/√3/2 ആണല്ലോ. അങ്ങനെ 5 √3 അങ്ങനെ കിട്ടി. ഇനി എനിക്ക് ടൈം കണ്ടുപിടിക്കണം. എങ്ങനെയാ ടൈം കണ്ടുപിടിക്കുക? സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ് കുട്ടികളെ? d/v എന്ന് എഴുതാം. ഡിസ്റ്റൻസ് 5/√3 ഡിവൈഡഡ് ബൈ പിന്നെന്താ നമുക്ക് വേണ്ടത്? വെലോസിറ്റി. വെലോസിറ്റി ഈസ് √3 ഇൻറ്റു 10⁸. അങ്ങനെ √3 വെട്ടിപ്പോയി 10⁸ അങ്ങോട്ട് പോകുമ്പോൾ യു ക്യാൻ ഗെറ്റ് 5 ഇൻറ്റു 10⁻⁻8 എന്ന് പറഞ്ഞു. 5 ഇൻറ്റു 10⁻⁻, ഇവിടെ -10 ഇല്ല. എനിവേർ ഡിഡ് ഐ ഡു മിസ്റ്റേക്ക് ചിൽഡ്രൻ? ഇല്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 500 ഇൻറ്റു യു ക്യാൻ റൈറ്റ് ഇറ്റ്. എന്തിനാവാ 10⁻? ഡിഡ് ഐ ഡു എനിവേർ റോങ്? 10 സെന്റിമീറ്റർ അല്ലേ കുട്ടികളെ? മീറ്റർ ആക്കണം. ദർ ഈസ് വേർ ഐ ഡിഡ് മിസ്റ്റേക്ക്. ഓക്കെ, ഇത് ഡിസ്റ്റൻസ് ആണ്, ഇത് സെന്റിമീറ്ററിലാണ്. അതിനെ മീറ്റർ ആക്കുമ്പോൾ 10⁻⁻2 ഇവിടെ വരും, -2. അങ്ങനെ നമുക്ക് 5 ഇൻറ്റു, ദാറ്റ്സ് എ മിസ്റ്റേക്ക് ഐ കമ്മിറ്റഡ്. യെസ്. അപ്പോൾ നമുക്ക് 5 ഇൻറ്റു 10⁻⁻10 എന്ന് വന്നു. വാട്ട്? ദിസ് മച്ച് സെക്കൻഡ്. അപ്പോൾ 5 ഇൻറ്റു 10⁻⁻10 ഈസ് ദ റൈറ്റ് ആൻസർ. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിച്ചു, വെലോസിറ്റി കണ്ടുപിടിച്ചു, ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു, ഡിസ്റ്റൻസിനെ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് ടൈം കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലുക്ക് ഹിയർ, 18th ക്വസ്റ്റ്യൻ. Question number 18. Look here. A prism of refractive index n1, another prism of refractive index n2 are stuck together. ഇതുണ്ടോ, ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. In the figure, n1 n2 depends on lambda. n1 n2 depends on lambda. Wavelength of the light according to relation. കണ്ടോ, ആ n1ന്റെയും n2ന്റെയും ഇക്വേഷൻ തന്നിട്ടുണ്ട്. അവ എങ്ങനെ വേരി ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു വേവ് ലെങ്ത് എന്ന് തന്നിട്ടുണ്ട്. ദ വേവ് ലെങ്ത് ഫോർ വിച്ച് ലൈറ്റ് ഇൻസിഡന്റ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് BC പാസ് ത്രൂ വിത്തൗട്ട് ബെൻഡിങ് അറ്റ് ദ ഇന്റർഫേസ്. കണ്ടീഷൻ എന്താ? ബെൻഡിങ് ഉണ്ടാവാൻ പാടില്ല. എപ്പോഴാണ് കുട്ടികളെ ബെൻഡിങ് ഉണ്ടാവാൻ പാടില്ലാത്ത? ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേ കടന്നു പോകുമ്പോൾ അത് ബെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ രണ്ട് മീഡിയത്തിന് ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്നല്ലേ അർത്ഥം? നോ ബെൻഡിങ് മീൻസ് ദ മീഡിയം ഹാവ് സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദാറ്റ്സ് ദ മീനിങ്. സി, ഫോർ നോ ബെൻഡിങ് n1 മസ്റ്റ് ബി ഈക്വൽ ടു n2 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുക. n1 ഉം n2 ഇക്വേറ്റ് ചെയ്യുക. n1 എത്രയാണ്? ലാംഡ ഉള്ള ടൈം ഞാൻ ഒരു സ്ഥലത്ത് എഴുതാം. ലാംഡ അല്ലെങ്കിൽ വേണ്ട, 10.8 സോറി 1.2 ഇൻറ്റു, ശരിയല്ലേ? സംതിങ് ഈസ് wrong here. Let me write again. 1.2 plus
10.8 into 10 to our minus what? Minus 14 divided by lambda square. You equate with അവിടെ എഴുതാൻ സ്ഥലമില്ല, ഞാൻ മാറ്റി എഴുതുകയാണ് കേട്ടോ. ഇവിടെ എഴുതാം. Look, n1 is equal to n2 ആയിരിക്കണം for no bending. That is mandatory. Therefore 1.2 plus 10.8 into 10 to our minus 14 divided by lambda square is equal to what? 1.45. 1.45 plus 1.8 into 10 to the power minus 14 divided by lambda square. കുട്ടികളെ ഇത് വളരെ സിമ്പിൾ ആണ്. ലാംഡ ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. You can find lambda. Just rearrange it and find lambda. Okay? അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഫോർ നോ ബെൻഡിങ്. ഫോർ നോ ബെൻഡിങ്. ഫോർ നോ ബെൻഡിങ് n1 and n2 must be same. n1 ഉം n2 ഇവിടെ തന്നിട്ടുണ്ട്. ഏത് വേവ് ലെങ്തിലാണ് അത് ബെൻഡ് ചെയ്യാത്ത, ഏത് വേവ് ലെങ്ത് ബെൻഡ് ചെയ്യില്ല എന്നാ ചോദ്യം. അപ്പൊ n1 ഉം n2 നിങ്ങൾ ഇക്വേറ്റ് ചെയ്തിട്ട് ലാംഡ കണ്ടുപിടിക്കുക, ലാംഡ ആൻസർ ആയിട്ട് പറയാം. അതിന് ഞാൻ സമയം കളയുന്നില്ല. FM sir was there on the line. Thank you sir. Are you still on the line? സാർ ഇപ്പോഴും ലൈനിലുണ്ടോ? Now അടുത്തിലേക്ക് ഞാൻ പോവുകയാണ്. 19th question നോക്കൂ കുട്ടികളെ. A prism of refractive index mu and angle of prism A placed in a position of minimum angle of deviation. Minimum angle of deviation. If minimum angle of deviation is A, then in terms of refractive index, minimum angle of deviation is also A. എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ദ പ്രിസവും എ ആണ്. നോക്കി, മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷനും എ ആണ്, ആംഗിൾ ഓഫ് ദ പ്രിസവും എ ആണ്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് വേണ്ടത്. ആണോ? അതെ. അല്ലല്ല, നമുക്ക് വേണ്ടത് എന്താന്ന് നോക്കി, പ്രിസം ഓഫ് റിഫ്രാക്റ്റീവ്. ഓക്കെ, ഇഫ് ദ പ്ലേസ്ഡ് ഇൻ ദ മിനിമം ആംഗിൾ പൊസിഷൻ ഇൻ ടേംസ് ഓഫ് എ. എ ആണ് നമുക്ക് വേണ്ടത്. ഈ ആംഗിൾ ഓഫ് ദ പ്രിസം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? മ്യൂ എന്ന് എഴുതാം കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഈസ് ഈക്വൽ ടു സൈൻ എന്താണ് കുട്ടികളെ? എ പ്ലസ് ഡെൽറ്റ എം ബൈ 2 ഡിവൈഡഡ് ബൈ എ സൈൻ എ ബൈ 2 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സൈൻ എ ബൈ 2 ഇസിന്റ് ഇറ്റ്? ഇവിടെ ഡെൽറ്റ എമ്മും എയും സെയിം ആയതുകൊണ്ട് നമുക്കിതിനെ സൈൻ എ ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2 എന്ന് എഴുതിക്കൂടെ? കാരണം സി ഹിയർ ഡെൽറ്റ എം ഈ സെയിം ആസ് ദാറ്റ് ഓഫ് ആംഗിൾ ഓഫ് ദ പ്രിസം എന്ന് ഇവിടെ പറയുന്നുണ്ട്. ദെയർഫോർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ. ഇനി സൈൻ എനെ സൈൻ എ ബൈ 2 പ്ലസ് എ ബൈ 2 എന്ന് എഴുതുക. സൈൻ 2 തീറ്റയുടെ ഫോർമുല അപ്ലൈ ചെയ്യുക. ഇപ്പൊ മ്യൂ ഈസ് ഈക്വൽ ടു 2 സൈൻ എ ബൈ 2 കോസ് എ ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2 ഇല്ലേ? സൈൻ എ ബൈ 2 രണ്ടിടത്തുനിന്നും വെട്ടിക്കളയാണ്. 2 കോസ് എ ബൈ 2 എന്നല്ലേ വരിക. അപ്പൊ നമുക്ക് എ എങ്ങനെ കിട്ടും? എ ഈസ് ഈക്വൽ ടു 2 cos inverse what is there? Mu by 2 അല്ലേ? Mu by 2. 2 cos inverse mu by 2 എന്ന് കിട്ടും. A is your answer. കുട്ടികളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുകയാണ്. ടൈം ഓൾറെഡി കഴിയാൻ പോവുകയാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് നിർത്താം. നോക്കൂ, എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? A ray of light passing through a prism mu is equal to √3 suffers minimum deviation. Suffers minimum deviation. It is found that angle of incident is double the angle of refraction. That's the information contained in it. It is found that angle of incidence is equal to double the angle of incidence. Then angle of the prism. Angle of the prism എത്രയാണ്? ഞാനൊരു ഡയഗ്രാം വരയ്ക്കാം. നിങ്ങൾക്കറിയാം മിനിമം ഡീവിയേഷൻ പൊസിഷനിൽ നോക്കൂ കുട്ടികളെ. ലെറ്റ് മീ ഡ്രോ എ ഡയഗ്രാം. ദിസ് ദ നോർമൽ, ദിസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ബാക്കി ഞാൻ വരയ്ക്കുന്നില്ല. ദിസ് ഈസ് ഇനഫ് ഫോർ മീ. നോക്കൂ, ദിസ് ഈസ് എ ആണല്ലോ, ദിസ് ഈസ് ആർ, ദിസ് ഈസ് ഐ വിച്ച് ഈസ് ഈക്വൽ ടു 2r എന്ന് പറയുന്നുണ്ട്. 2r. ഈ ആറ് കണ്ടുപിടിക്കാൻ എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആംഗിൾ ഓഫ് ദ പ്രിസമാണ്. ഈ ആറ് കണ്ടുപിടിക്കുവാണെങ്കിൽ ആംഗിൾ ഓഫ് ദ പ്രിസം എനിക്ക് കിട്ടും. കാരണം എന്താ? മിനിമം ഡീവിയേഷൻ പൊസിഷനിൽ നമുക്ക് എ എന്ന് പറയുന്നത് 2r ആണ്, അല്ലയോ? എ ഈസ് നത്തിങ് ബട്ട് 2r. അപ്പൊ 6 കണ്ടുപിടിക്കുക. 6 കണ്ടുപിടിക്കാൻ വേണ്ടി സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണെന്നും ഇതിന്റെ √3 ആണെന്നും നമുക്കറിയാം. അപ്പൊ 1 ഇൻറ്റു സൈൻ what? 2r is equal to √3 into sin r. നിങ്ങൾക്ക് അറിയാവുന്നതാണ് സ്നെൽസ് ലോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനിയും സൈൻ 2r എങ്ങനെ എഴുതുക? 2 sin r cos r എന്ന് എഴുതുക.
ഈസ് ഈക്വൽ ടു √3 sin r. ഒരു sin r വെട്ടിക്കളഞ്ഞാൽ cos r ഈസ് ഈക്വൽ ടു √3/2 എന്ന് കിട്ടി. അപ്പം r ഈസ് ഈക്വൽ ടു എത്രയാണ് കുട്ടികളെ? 60. പക്ഷെ അതല്ല ആൻസർ. r കണ്ടുപിടിക്കാനല്ല പറഞ്ഞേ. എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേ? ദെൻ ദ ആംഗിൾ ഓഫ് ദ പ്രിസം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 60 എഴുതി കിട്ടുന്ന മാർക്ക് കളഞ്ഞേക്കരുത്. ഗോപിക, നമുക്ക് 6 ആണ് കിട്ടിയത് അല്ലേ? 6 അല്ലേ കിട്ടിയത്? ആംഗിൾ ഓഫ് ദ പ്രിസം അല്ലേ വേണ്ടത്? ആംഗിൾ ഓഫ് ദ പ്രിസം എന്ന് പറഞ്ഞാൽ 2r ആണ്, വിച്ച് ഈസ് 120. ആംഗിൾ ഓഫ് ദ പ്രിസം ക്യാൻ ബി എനി ആംഗിൾ. 180 കുറവുള്ള ഏത് ആംഗിളും ആംഗിൾ ഓഫ് ദ പ്രിസം ആവാം. അപ്പൊ കണ്ടോ, ഇപ്പൊ ടപ്പേന്ന് 4 മാർക്ക് അങ്ങ് പോയേനെ എല്ലാവരുടെയും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനിൽ ഓവർ കോൺഫിഡൻസ് ചെയ്യരുത്. അറിയാവുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? സമയമെടുത്ത് ചെയ്യുക. അറിയില്ലാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ട് കളഞ്ഞാലും കുഴപ്പമില്ല. അറിയാവുന്ന ക്വസ്റ്റ്യൻ ഗ്യാരണ്ടീഡ് മാർക്കാണ്. അത് പോയാൽ പിന്നെ നമുക്ക് ഒരു രക്ഷയുണ്ടാവില്ല. ഞാനും ഓവർലുക്കിൽ കുറേ മിസ്റ്റേക്ക് ചെയ്യും എഴുതുമ്പോൾ. പക്ഷെ ഞാൻ എക്സാം എഴുതാൻ പോകുന്നില്ലല്ലോ, നിങ്ങളല്ലേ എക്സാം എഴുതാൻ പോകുന്നത്. നിങ്ങൾ സ്റ്റുഡിയസ് ആയിരിക്കണം, വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം, വളരെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ട് വെയിറ്റ് ഐ ഡിഡ് മിസ്റ്റേക്ക്. ഓക്കെ, √3/2. ഐ ആം സോറി. ഞാൻ പറഞ്ഞ എല്ലാം തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് നമുക്ക് ഇവിടെ കിട്ടിയത്? cos r ഈസ് ഈക്വൽ ടു √3/2. അപ്പൊ r 30 അല്ലേ വരിക അല്ലേ? 30. താങ്ക് യു. ഞാൻ sin r എന്ന് വിചാരിച്ചു പോയി. ഓക്കെ, ഡസന്റ് മാറ്റർ. ഐ ആം വെരി സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ഓഫ് ദ പ്രിസം ഈസ് ഈക്വൽ ടു 2r ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. യു ആർ റൈറ്റ്. ഓക്കെ, എനിഹാവ് നിങ്ങൾക്ക് അറിയാവുന്ന പ്രോബ്ലം നിങ്ങൾ വീണ്ടും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഞാനിപ്പോൾ ചെയ്ത പോലെ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. ആൻഡ് അടുത്ത ലൈവിൽ കെമിസ്ട്രി, ഏതാണ് കെമിസ്ട്രിയുടെ ഏത് ചാപ്റ്റർ ആണെന്ന് ചോദിച്ചാൽ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയുമായിട്ട് നമ്മുടെ അനൂപ് സാർ വരും. കൃത്യം 8 മണിക്ക് തന്നെ സാർ തുടങ്ങും. നിങ്ങളും ആ സമയത്ത് ഉണ്ടാവണം കേട്ടോ. താങ്ക് യു. സീ യു ലേറ്റർ.